ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗതാ ജാഢ്യം വാക്പടുത്വം ച ഹനൂമത്സ്മരണാത് ഭവേത്. ഉറക്കെ 2-3 തവണ ഹരേ രാമ മന്ത്രം ജപിച്ചിട്ട് പ്രഭാഷണത്തിലേക്ക് കടക്കാം. എല്ലാവരും ഒരുമിച്ച് നാമം ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ. എല്ലാവരും ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. കുറച്ചുകൂടി ഉറക്കെ കേൾ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. കുറച്ചുകൂടി ഉറക്കെ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുരഃ തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം. ഈ മനുഷ്യ ശരീരം വളരെ ദുർലഭമാണ്. ദേഹിനാം ക്ഷണഭംഗുരഃ. ദുർലഭമായ ഈ മനുഷ്യദേഹം ലഭിച്ചിട്ടുണ്ട്, നമുക്ക് സുലഭമായിട്ടുണ്ട്. പക്ഷേ ഇതും ക്ഷണഭംഗുരമാണ്. എപ്പോഴാണ് വീണ് പോകുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. ഈ ശരീരത്തിനോട് നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. പക്ഷേ ഈ ശരീരം കൊണ്ട് നമുക്ക് എന്തും നേടാൻ സാധിക്കും. അർത്ഥതം, അധ്രുവം, അർത്ഥതം എന്നൊക്കെയാണ് പറഞ്ഞത്. അധ്രുവമാണ് എന്ന് പറഞ്ഞാൽ ശാശ്വതമല്ല, ഏത് സമയത്തും ഇത് വീണു പോകാവുന്നതാണ്. പക്ഷേ അതിനു മുമ്പ്, ഈ വീണു പോകുന്നതിന് മുമ്പ് അർത്ഥതം, എല്ലാവിധമായ അർത്ഥങ്ങളെയും നേടിയെടുക്കാം. എന്താണ് പരമാർത്ഥം? പരമമായ അർത്ഥം എന്താണ്? പരമമായ ലക്ഷ്യം എന്തായിരിക്കണം മനുഷ്യനായിട്ട് ജനിച്ചാൽ? അതാണ് പരമമായ അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, അല്ലേ? ഐശ്വര്യം എന്ന് പറയുമ്പോൾ വെറും ഗാന്ധി തലയുള്ള നോട്ട് മാത്രമല്ല, അല്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, അർത്ഥം എന്ന് പറയുമ്പോൾ, അർത്ഥതം എന്ന് പറയുമ്പോൾ ശാരീരിക സൗന്ദര്യം, അതും ഒരു അർത്ഥമാണ്. ആരോഗ്യം, അതും അർത്ഥമാണ്. വിദ്യ, അതും ഒരു അർത്ഥമാണ്. വിദ്യാലക്ഷ്മി, അല്ലേ? നല്ല വാക്ചാതുര്യം, അതും ഒരു തരത്തിൽ അർത്ഥമാണ്. സ്കില്ല്, കൗശലം, അതൊക്കെ നല്ല അർത്ഥമാണ്, അല്ലേ? ഇതെല്ലാമാണ്. ഇതൊക്കെ അർത്ഥമാണെങ്കിലും പരമാർത്ഥം എന്താണ് എന്ന് അറിയണം. പരമാർത്ഥത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിത ലക്ഷ്യം സഫലമായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പരമാർത്ഥത്തെ അറിയാത്തിടത്തോളം കാലം യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ഈ ദേഹം കൊണ്ട് ഇത്ര നല്ല ശരീരം, മനുഷ്യജന്മം ലഭിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ ഒരു ദിവസം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്തതെന്താണ്? വീണ്ടും പുനരപി ജനനം.
പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ഖലു ദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത്. പുനരപ്പി ജനനം പുനരപ്പി മരണം. നമ്മൾ നേടേണ്ടതിനെ, ആ പരമാർത്ഥത്തെ നേടാതെ എവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ മനുഷ്യനായിട്ടോ നായയായിട്ടോ നരനായിട്ടോ നാരിയായിട്ടോ അല്ലെങ്കിൽ നരിയായിട്ടോ വീച്ചയായിട്ടോ പൂച്ചയായിട്ടോ ഒക്കെ ജനിക്കേണ്ടി വരും. യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ നിയന്ത്രണവും ഈ കാര്യത്തിൽ നമുക്കില്ല. ഇവിടെ ആരും ഇന്ന് അച്ഛൻ്റെയും ഇന്ന് അമ്മയുടെയും മകനായിട്ടോ മകളായിട്ടോ ഞാൻ ജനിച്ച് വരും എന്ന് പറഞ്ഞു വന്നവരാരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല. അത് സാധിക്കില്ല. അപ്പോൾ ഈ ശരീരം നമ്മളാണോ? ഈ ശരീരം നമ്മളാണ് എന്നാണല്ലോ നമ്മൾ കരുതിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ശരീരം ഇവിടെ പറയുകയാണ് സംസാരോ അജ്ഞാനസംഭവ. ഭാഗവതത്തിലെ വാക്കാണ്. ഇവിടെ കാണുന്ന ഈ സംസാരം വർത്തമാനമല്ല, ഈ ലോകം, ഈ കാണുന്ന നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ലോകം. ഇതെല്ലാം അജ്ഞാനം കൊണ്ടുണ്ടായതാണ് എന്നാണ് പറഞ്ഞത്. എന്ത് അജ്ഞാനം? നമുക്കൊക്കെ ജ്ഞാനമില്ലേ? നമ്മളൊക്കെ ജ്ഞാനികളല്ലേ? അജ്ഞാനികളാണോ? നമ്മളല്ലാത്ത ഒരു വസ്തുവിനെ, നമ്മളല്ലാത്ത ഒരു ദേഹത്തെ ഞാനാണ് എന്നും എൻ്റേതെന്നും നമ്മൾ ധരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അജ്ഞാനികളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നിങ്ങളൊക്കെ ശരീരം നിങ്ങളുടെ അല്ലേ? ഇപ്പോൾ നിങ്ങൾ പേര് വിളിച്ചാൽ നിങ്ങൾ ഓ എന്ന് പറഞ്ഞൂടെ? പറയണ്ടേ? സംശയമായി. നിങ്ങളുടെ ശരീരം നിങ്ങളല്ലേ? അപ്പോൾ നമുക്കതിനെക്കുറിച്ച് നോക്കാം, അല്ലേ? ഇവിടെ ഋഷഭാവതാരമാണ് നമ്മുടെ ഇന്നത്തെ കഥ, അല്ലേ? ഋഷഭചരിതം വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ശ്രീമന്നാരായണൻ്റെ നാഭീകമലത്തിൽ നിന്ന് ചതുർമുഖ ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ മനുഷ്യ സൃഷ്ടിയാണ് സ്വായംഭൂമനുവും ശതരൂപയും. സ്വായംഭൂമനുവിൻ്റെയും ശതരൂപയുടെയും ഒരു മകനാണ് പ്രിയവ്രതൻ. പ്രിയവ്രതൻ്റെ പല മക്കളിലെ ഒരു മകനാണ് ആഗ്നേധ്രൻ. ആഗ്നേധ്രൻ്റെ ഒരു മകനാണ് നാഭി. നാഭീദേവിക്ക് പുത്രസന്താനം ഉണ്ടായിരുന്നില്ല, സന്താനപ്രാപ്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാഭിഹി അപത്യകാമഃ അപ്രജയ മേരുദേവ്യാ ഭഗവന്തം യജ്ഞപുരുഷം അവഹിതാത്മ അയജത. നാഭി അപത്യകാമഃ സന്താനപ്രാപ്തിക്കായിട്ട്, സന്താനകാമനായിട്ട് മേരുദേവിയോടൊപ്പം, തൻ്റെ ഭാര്യയായ മേരുദേവിയോടൊപ്പം ഭഗവന്തം യജ്ഞപുരുഷനെ അയജത പൂജിച്ചു, ആശ്രയിച്ചു, ആരാധിച്ചു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ആരാധിച്ചപ്പോൾ, യജ്ഞപുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞയാഗാദികളൊക്കെ ചെയ്തു പുത്രകാമനായിട്ട്. പുത്രകാമോ യജേത, സ്വർഗകാമോ യജേത എന്നൊക്കെയാണ് വേദമന്ത്രങ്ങൾ. എല്ലാത്തിനും നമുക്ക് ഏതൊരു ആഗ്രഹങ്ങളെയും നേടിയെടുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും മന്ത്രങ്ങളും യാഗങ്ങളും ഹോമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പുത്രകാമേഷ്ടി യാഗം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? ദശരഥ ചക്രവർത്തി നടത്തിയിരുന്നു. അപ്പോൾ അതുപോലെ ഇദ്ദേഹം പുത്രകാമനായിട്ട് ഭഗവാനെ യജിച്ചപ്പോൾ ഭഗവാൻ, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനായകനായ ഭഗവാൻ പീതവസ്ത്രധാരിയായിട്ട് ശംഖചക്ര ഗദാധാരിയായിട്ട് ഈ നാഭി മഹാരാജാവിൻ്റെ മുമ്പിൽ, ഈ ബ്രാഹ്മണന്മാരുടെയൊക്കെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഋത്വിജന്മാരൊക്കെ, ഏതൊരു ഋത്വിജന്മാരാണോ ഈ നാഭി രാജാവിന് ഭഗവാനെ ദർശനം നൽകിപ്പിച്ചത്, ആ ഋത്വിജന്മാരൊക്കെ ഭഗവാനെ സ്തുതിക്കുകയാണ്, ഗംഭീരമായിട്ട് സ്തുതിക്കുന്നു. ഭഗവാനെ, അങ്ങയെ സ്തുതിക്കാൻ നമുക്കൊന്നും അറിയില്ല. നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ, നമ്മുടെ മുത്തശ്ശി, നമ്മുടെ മുത്തശ്ശനൊക്കെ ഇവരൊക്കെ എങ്ങനെ ആയിരുന്നു, എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കറിയോ? അവർ പറഞ്ഞത് കേട്ടിട്ട് മാത്രമല്ലേ നമുക്കറിയുള്ളൂ, അല്ലേ? അവരെക്കുറിച്ച് നമുക്ക് 100% അറിയോ? കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അവർ ജനിച്ചു. അപ്പോൾ അവരെന്തൊക്കെയാണോ പറഞ്ഞത് അത് നമ്മൾ കേൾക്കുന്നു, ആ കാര്യം മാത്രമേ അറിയുള്ളൂ.
അങ്ങനെയുള്ളപ്പോൾ ഈ കാണുന്ന സകല പ്രപഞ്ചത്തിൻ്റെയും സകല ജീവജാലങ്ങളുടെയും സൃഷ്ടികർത്താവാണ്, അല്ലെങ്കിൽ ആദിമൂലനാണ്, ആദിനാരായണനാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ ഊഹിക്കാനോ സ്തുതിക്കാനോ ഒക്കെ പറ്റുമോ? പറ്റില്ല എന്നാണ്. അർഹസി മുഹുരർഹത്തമാർഹണമസ്മാകം അനുപധാനാം നമോ നമയിതി ഏതാവത്സതുപശിക്ഷിതം കോർഹത്തെ. ഞങ്ങൾക്കൊന്നും അറിയില്ല ഭഗവാനെ അങ്ങേ സ്തുതിക്കാൻ, ഒരേ ഒരു വാക്കറിയാം, എന്താ? നമോ നമഃ എന്ന് പറയാൻ. ഇത്ര മതി എന്നാണ്. അതുമാത്രമേ അറിയുള്ളൂ ഭഗവാനെ, അങ്ങയെക്കുറിച്ച് വേറൊന്നും അറിയില്ല. ഇത്ര വലിയ ഈ പ്രപഞ്ചത്തെ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്കറിയോ? അല്ലേ? ഇതിനെക്കുറിച്ച്, ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു നമുക്ക് എന്തെങ്കിലും അറിയോ? ഈ നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ മഹർഷിമാരൊക്കെ പറഞ്ഞ കാര്യം മാത്രമല്ലേ നമുക്കറിയുള്ളൂ. അപ്പോൾ പറയുന്നു നമോ നമഃ ഇതി. അത്ര പറയാൻ മാത്രമേ അറിയുള്ളൂ ഭഗവാനെ. അങ്ങയെ പ്രാർത്ഥിച്ച് പൂജിച്ച് അങ്ങയുടെ ദർശനം നേടിയതിന് ശേഷം അങ്ങയോട് ഈ കേവലമായ വിഷയസുഖങ്ങളെ യാചിക്കുക എന്നുള്ളത് വളരെ മോശമായ കാര്യമാണ്. എന്താ കാരണം? ഭഗവാന് മോക്ഷം നൽകുന്ന ആളാണ്. എന്തും ഭഗവാനെ തന്നെ നൽകാൻ സാമർഥ്യമുള്ളവനാണ് ഭഗവാൻ. അങ്ങനെയുള്ളപ്പോൾ ഭഗവാനെ നമ്മൾ യാചിക്കണോ, അല്ല പുത്രകാമമാണോ നമ്മൾ യാചിക്കേണ്ടത്? പുത്രനെയാണോ യാചിക്കേണ്ടത്? അല്ല നമുക്ക് പെണ്ണിനെയാണോ യാചിക്കേണ്ടത്? അല്ല എന്താണ് പുരുഷനെയാണോ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്? അല്ല പണത്തെയാണോ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, യാചിക്കേണ്ടത്? ഭഗവാൻ വേണോ? ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന ഈ എന്താണ് തുച്ഛമായ വസ്തുക്കൾ, ഭോഗങ്ങൾ വേണോ? ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഭഗവാനെ. ഈ നാഭിരാജാവിനും അറിയാം. അങ്ങയെ ദർശനം നേടിയതിന് ശേഷം, അങ്ങയെ കണ്ടതിന് ശേഷം ഇങ്ങനെയുള്ള ഈ തുച്ഛഭോഗങ്ങളൊക്കെ യാചിക്കരുത് എന്നറിയാമെങ്കിലും ഈ മായ ഉണ്ടല്ലോ ഭഗവാനെ, അങ്ങയുടെ ഈ മായ ഇത് വിടുന്നില്ല. നമുക്കൊക്കെ അറിയാം ഇതൊക്കെ സംസാരമേവ നിസ്സാരം. ഈ സംസാരം, ഈ ലോകം നിസ്സാരമാണ്, ഒന്നുമില്ല. ഈ കഴിഞ്ഞ ക്ഷണം വരെ നമ്മൾ അനുഭവിച്ച ദുഃഖമോ ഇപ്പോൾ ഉണ്ടോ? അതിനിപ്പോൾ വരണമെന്ന് വിചാരിച്ചാൽ വരുമോ? കഴിഞ്ഞു പോയത് സ്വപ്നതുല്യം. ഇത് സ്വപ്നം പോലെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇനി കഴിഞ്ഞ ദുഃഖത്തെക്കുറിച്ചോ അല്ലേ, നമ്മൾ അനുഭവിച്ച സുഖത്തെയോ ദുഃഖത്തെയോ കുറിച്ച് നമ്മൾ ഉരുവിടുന്നത് കൊണ്ടും ഇങ്ങനെ അയവറക്കുന്നത് കൊണ്ടും എന്തെങ്കിലും കാര്യമുണ്ടോ? അത് തിരിച്ചു വരുമോ? ഇല്ലല്ലോ. പക്ഷേ എന്നാലും നമുക്കറിയാം ഇതൊക്കെ വേസ്റ്റാണ്, ഒന്നുമില്ല, വ്യർത്ഥമാണ് നമ്മുടെ ജീവിതം. ഇതുവരെ നമ്മൾ നയിച്ച ജീവിതം എന്ത് നേടി നമ്മൾ? ഇപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതുവരെ നിങ്ങൾക്ക് 10, 20, 30, 40, 50, 60, 70 ഒക്കെ വയസ്സായാലേ എന്ത് നേടി? പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടോ? എവിടെ പോകുമ്പോൾ? വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാം. ഭാഗവത പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലേ? അല്ല, ആ അവസാനത്തൊരു യാത്ര ഇല്ലേ, വലിയ പ്രയാണം. ആ പ്രയാണം, ആ യാത്രയിൽ കൊണ്ടുപോകാൻ എന്താ ഉള്ളത്? ഇതുപോലെ എല്ലാ വർഷവും ഇതുപോലത്തെ പ്രദേശങ്ങളിൽ, പുണ്യസ്ഥലങ്ങളിൽ നടക്കുന്ന ഈ ഭാഗവത സത്രം, ആധ്യാത്മിക പ്രഭാഷണം, സത്സംഗം, ഭാഗവത സപ്താഹം തുടങ്ങിയ സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ സ്വീകരിക്കുന്നത്, ഉള്ളിൽ നമ്മൾ സ്വീകരിക്കുന്നത്, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിൽ സഞ്ചുമായിട്ട്, ഈ സഞ്ചു പോലെ ഒന്നും ഉണ്ടാവില്ല. പോകുമ്പോൾ ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വ്യർത്ഥമാണ്, നമ്മൾ ഇതുവരെ ജീവിച്ച എന്താണ് നമ്മൾ നേടിയതൊക്കെ ഒന്നുമില്ല, നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോവില്ല എന്ന് അറിയാമെങ്കിലും നമ്മൾ പിന്നെയും സമ്പാദിച്ച് കൂട്ടുന്നുണ്ടോ ഇല്ലയോ? പെട്ടിയിലും സൂട്ട് കേസിലും ബാങ്കിലും ഇല്ലേ? അതാണ് മായ. ഈ പുത്രകളത്രാദികളൊക്കെ ദുഃഖത്തെ തന്നെ നൽകുന്നവരാണ് എന്നറിയാമെങ്കിലും പിന്നെയും ഈ രാജാവിന് അങ്ങയുടെ മായയാൽ ആവൃതനായ, അല്ലെങ്കിൽ എന്താണ് അങ്ങയുടെ മായ കൊണ്ട് ഈ രാജാവിന് ഇപ്പോൾ ഒരു പുത്രകാമനായിട്ടാണ് അങ്ങയെ യജിച്ചത്. ഈ രാജാവിന് അങ്ങയെപ്പോലെയുള്ള ഒരു പുത്രൻ വേണം. കിഞ്ചായം രാജർഷിരപത്യകാമ പ്രജാം ഭവാദൃശീമാശാസാനഃ. ഭവാദൃശീം പ്രജാം, അങ്ങയെപ്പോലുള്ള ഒരു കുട്ടിയെ വേണം.
ഈ രാജാവിന് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കണം. ഭഗവാൻ പറഞ്ഞു, അഹോ ബത അഹം ഋഷയ ഭവദ്ഭി അവിതഥഗീർഭി വരം അസുലഭം. ഇത് അസുലഭമായ വരമാണ്. എന്നെപ്പോലെ ഒരാളെ അങ്ങ് എനിക്ക് തരാൻ പറ്റില്ല. കാരണം ആ കാര്യത്തിൽ ഞാൻ സ്വതന്ത്രമല്ല. അഹം ഏകമേവ അഹം, ഏകൈവാഹം. ഞാൻ ഒരാളേ ഉള്ളൂ. എന്നെപ്പോലെ വേറൊരാളെ സൃഷ്ടിക്കാൻ പറ്റില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ, രണ്ടില്ല, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലുള്ള ഒരാളെ എനിക്ക് തരാനുള്ള സാമർഥ്യമോ അല്ലെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ എന്ത് വേണം? അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ സ്തുതിക്കുകയും ഭജിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത ഈ രാജാവ്, പരമബ്രാഹ്മണനായ ഈ ബ്രാഹ്മണഭക്തനായ ഈ രാജാവിന് ആ രാജാവിൻ്റെ ആഗ്രഹം, അതുപോലെ തന്നെ ഈ മഹർഷിമാരായ നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഇല്ല എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ മകനായി വന്നോളാം എന്ന് പറയുകയും, വിഷ്ണുദത്ത ഭഗവാൻ പരമർഷിഭി പ്രസാദിതോ നാഭേ പ്രിയചികീർഷയാ തദവരോധായ നേമേരുദേവ്യാൻ ധർമാൻ ദർശയിതു കാമഃ വാതരശനാനാം. അങ്ങനെ ഭഗവാൻ പറഞ്ഞ് അനുഗ്രഹിച്ച് അവിടുന്ന് അന്തർധാനം ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം വാതരശനാനാം ശ്രമണാനാം ഋഷീണാം ഊർധ്വമന്ഥിനാം ധർമാൻ ദർശയിതു കാമഃ. വാതരശനാനാം എന്ന് പറഞ്ഞാൽ അവധൂതധർമ്മം. വാതരശനം കാറ്റു തന്നെയാണ് വസ്ത്രം, ദിഗംബരധർമ്മം അല്ലേ? അല്ലെങ്കിൽ ശ്രമണാനാം ദിഗംബരന്മാരുടെ ധർമ്മത്തെയും, ഋഷീണാം ഊർധ്വമന്ഥിനാം ബ്രഹ്മചാരികളുടെയൊക്കെ ധർമ്മത്തെയും ഒക്കെ ദർശയിതു കാമഃ കാണിച്ചു കൊടുക്കാനായിട്ട് ശുക്ലയാ തനുവാപതദാര. അങ്ങനെ ഗംഭീരനായിട്ട് സുന്ദരനായിട്ട് പവിത്രാത്മാവായിട്ട് ജനിച്ചു എന്നാണ് പറഞ്ഞത്. ആര്? ഋഷഭദേവൻ. അങ്ങനെ ഭഗവാന്റെ ആ ഋഷഭാവതാരം. തമുത്പത്യൈവാഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം സാമ്യോപശമവൈരാഗ്യൈശ്വര്യമഹാവിഭൂതിഭിः. ഈ കുട്ടി ഋഷഭചക്രവർത്തി ജനിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നു എന്നാണ് പറഞ്ഞത്. കൈകളിലും കാലുകളിലും പലതരത്തിലുള്ള രേഖകൾ, ശംഖം, ചക്രം, ഗദ തുടങ്ങിയ രേഖകളൊക്കെ ഉണ്ടാവുമത്രേ. അപ്പോൾ അതുപോലെ എന്താണ് പറഞ്ഞത്? സാമ്യ ഉപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭി അനുദിനമേധമാനാനുഭാവം. ഈ എല്ലാം പറഞ്ഞ സത് സ്വഭാവങ്ങളെല്ലാം ഒരു ഭഗവാന് എന്തൊക്കെയാണ് സ്വഭാവങ്ങൾ ഉണ്ടാവേണ്ടത് അതെല്ലാം ഇദ്ദേഹത്തിനുണ്ട്. ആർക്ക്? ഈ ഋഷഭദേവനുണ്ട്. അങ്ങനെ ദിനേ ദിനേ ഇങ്ങനെ വർദ്ധിച്ച് വലുതായി വരികയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് എല്ലാ സ്വഭാവം, ഒരു സ്വഭാവം ദുസ്വഭാവമില്ല. ഏത് കാര്യത്തെടുത്താലും ഇദ്ദേഹം ശ്രേഷ്ഠനാണ്. ഒന്നിലും 0 മാർക്കോ 2 മാർക്കോ 10 മാർക്കോ 50 മാർക്കോ ഇല്ല, 99 മാർക്കില്ല. എല്ലാത്തിലും എത്ര മാർക്കാണ്? 100 മാർക്കാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ബലേന ബലം കൊണ്ടും, ശ്രിയ കൊണ്ടും, യശസ് കൊണ്ടും, വീര്യശൗര്യാഭ്യാഞ്ച പിതാ, അച്ഛൻ ഇവനെ കണ്ടു, എല്ലാം കൊണ്ടും ഇദ്ദേഹം ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് വെച്ചു ഋഷഭൻ, ശ്രേഷ്ഠൻ എന്ന് പേര് വെച്ചു. ഇതീതം നാമചകാര. എന്ത് പേര് വെച്ചു? ഋഷഭ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം. ശ്രേഷ്ഠനാണ്. അങ്ങനെ പേര് വെച്ചു ഋഷഭ. ഇതീതം നാമചകാര. അങ്ങനെ ഈ ആദ്യം തന്നെ പറയുന്നു, ഋഷഭൻ്റെ കഥ പറഞ്ഞതിന് മുമ്പ് തന്നെ പറയുന്നു, ഈ ഋഷഭനോട് അസൂയ പൂണ്ട ഇന്ദ്രൻ എന്ത് ചെയ്തു? ഋഷഭൻ്റെ ഭരണകാലത്തിൽ സമയത്ത് അസൂയ കൊണ്ട് ഈ ഋഷഭൻ്റെ തേജസ്സും ഓജസ്സും ഒക്കെ കണ്ടപ്പോൾ ഇന്ദ്രൻ ഒന്നുമല്ല, ഇദ്ദേഹം എന്നെക്കാളൊക്കെ എത്രയോ കേമനാണെന്നൊക്കെ തോന്നിയോ എന്നാണ് സംശയം. മഴ പെയ്യിക്കില്ല എന്ന് വിചാരിച്ച് മഴ പെയ്ച്ചില്ല അത്രേ കുറേ കാലം. ഈ ഋഷഭൻ എന്ത് ചെയ്തു? തൻ്റെ യോഗബലം കൊണ്ട് മഴ പെയ്ച്ചു എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. ആത്മയോഗമായ
സ്വവർഷം അജനാഭം നാമാഭ്യവർഷത്ത്. അജനാമാഭ്യവർഷം നമ്മുടെ വർഷമാണ് അജനാഭ വർഷം. കേൾക്കുന്നുണ്ടല്ലോ? നമ്മുടെ വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യം. ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോർ ദക്ഷിണ പാർശ്വേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ജംബൂദ്വീപിൽ അജനാഭവർഷം എന്നായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പേര്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഒരു ശ്രേഷ്ഠനും ജ്യേഷ്ഠനുമായ മകൻ ഭരിച്ചതുകൊണ്ട് ഈ വർഷത്തിൻ്റെ പേര് എന്തു വന്നു? ഭാരതമിതി വ്യപദിശന്തി. അങ്ങനെ പറയാണ്, നാഭി സന്തുഷ്ടനായി. ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ നല്ലൊരു കുട്ടിയാണ് കിട്ടിയത്, ഭഗവാൻ അനുഗ്രഹിച്ചത്. അതുകൊണ്ട് സന്തോഷം സന്തോഷം സന്തോഷം. ഗദ്ഗദാക്ഷരയാ ഗിരാ സ്വൈരം ഹേ താത്ത വത്സ എന്നൊക്കെ വിളിക്കും. ഹേ മകനെ, മോനെ, കുട്ടാ, കുട്ടി എന്നൊക്കെ വിളിച്ച് എങ്ങനെയാണോ ദശരഥ ചക്രവർത്തി രാമനെ അല്ലേ വളർത്തിയത്, അതുപോലെ സ്നേഹത്തോടു കൂടി വളർത്തി. വിദിത അനുരാഗമാപൗരപ്രകൃതി ജനപദ. ഈ രാജാവ് കണ്ടു, നാഭി രാജാവ് തൻ്റെ പുത്രനോട്, ഈ ഋഷഭ ദേവനോട് പ്രജകൾക്കും ബ്രാഹ്മണർക്കും അവിടെയുള്ള എല്ലാവർക്കും ദിനേ ദിനേ അനുരാഗം വർദ്ധിക്കുന്നു, സ്നേഹം വർദ്ധിക്കുന്നു. അവരുടെയൊക്കെ ഹൃദയത്തിൽ ഇവൻ തന്നെ ഞങ്ങളുടെയൊക്കെ രാജാവായിട്ട്, ഈ അജനാഭവർഷത്തിൻ്റെ രാജാവായിട്ട് വരണമെന്നൊക്കെ അവരുടെയൊക്കെ ആഗ്രഹം കണ്ടപ്പോൾ എന്തു ചെയ്തു? സമയസേതു രക്ഷായാമഭിഷിച്യ. ഈ അജനാഭവർഷത്തെ രക്ഷിക്കാനായിട്ട് അഭിഷേകം ചെയ്തു. ആര്? ഋഷഭ ചക്രവർത്തിയെ നാഭി മഹാരാജാവ് അഭിഷേകം ചെയ്തു. ബ്രാഹ്മണേഷോപനിധായ. ഈ കുട്ടിയെ അഭിഷേകം ചെയ്തിട്ട് ഭരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞില്ല. പിന്നെന്താണ്? ബ്രാഹ്മണന്മാരുടെ അണ്ടറിൽ വിട്ടു. അവർ പറഞ്ഞതുപോലെ കേട്ടോളാം. ഈ മഹർഷിമാരൊക്കെ പറഞ്ഞതനുസരിച്ച് ഭരിക്കുക. എന്തുണ്ടെങ്കിലും, എന്ത് സംശയം ഉണ്ടെങ്കിലും, എന്തുണ്ടെങ്കിലും അവരോടൊരു വർത്തമാനം പറയാതെ ചോദിക്കാതെ ചെയ്യരുത്. ദശരഥ ചക്രവർത്തിയെ രാമായണത്തിലൊക്കെ കണ്ടിട്ടില്ലേ? എന്തുണ്ടെങ്കിലും എന്തൊരു തീരുമാനം എടുക്കണമെങ്കിലും ആദ്യം ആരോട് ചോദിക്കും? വസിഷ്ഠ മഹർഷിയോട്. അതാണ്, അങ്ങനെയാണ്. അതുകൊണ്ട് പറഞ്ഞു ബ്രാഹ്മണേഷു ഉപനിധായ. ബ്രാഹ്മണന്മാർക്ക് സമർപ്പിച്ചു ഇവനെ. മേരുദേവ്യാസഹ വിശാലായാം പ്രസന്ന നിപുണേന. തൻ്റെ ഭാര്യയായ മേരുദേവിയോടൊപ്പം ഈ നാഭി രാജാവ് വിശാലായാം, എവിടെ? ബദരികാശ്രമത്തിലേക്ക് ചെന്ന് ആ നരനാരായണാഖ്യം ഭഗവന്തം, നരനാരായണന്മാർ എന്ന് പേരോട് കൂടിയിട്ടുള്ള ആ ഭഗവാനെ വാസുദേവമുപാസീന, അങ്ങനെ ഉപാസിച്ച് തന്മഹിമാനമവാപ, ജീവൻ മുക്താവസ്ഥയെ നേടി എന്നാണ് നാഭിയുടെ കഥ. ഇവിടെ പറയുകയാണ്, ഹേ പാണ്ഡവേ, ഹേ പരീക്ഷിത്തെ, ഈ നാഭിയുടെ കാര്യം എടുത്തു പറയുകയാണ്. കുറച്ച് ശ്ലോകങ്ങൾ. ശ്ലോകാവുദാഹരന്തി കോനു തത്കർമ്മരാജഋഷേ നാഭേരന്വാചരേത് പുമാൻ അപത്യതാമകാദ്യസ്യ ഹരിശുദ്ധേന കർമ്മണ. ഈ നാഭിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നാഭിയെ പോലെ വേറെ ആർക്കെങ്കിലും ആവാൻ പറ്റുമോ? ഇല്ല എന്നാണ് പറയുന്നത് ശുകമഹർഷി. എന്താ കാരണം? ഈ നാഭി ദേവൻ്റെ ഭക്തിയെയും ശ്രദ്ധയും ധർമ്മത്തെയും ഒക്കെ കണ്ടിട്ട് സാക്ഷാത് ഭഗവാൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ മകനായിട്ട് ജനിച്ചു. നമ്മുടെയൊക്കെ വീട്ടിൽ ജനിച്ചുവോ? ഇന്ന് ജനിച്ചിട്ടില്ല, നാളെയെങ്കിലും ജനിക്കുമോ? നാളെ ഇപ്പോൾ നമുക്കൊക്കെ ആൾറെഡി ജനിക്കേണ്ടവരൊക്കെ ജനിച്ചു കഴിഞ്ഞോ? ഇനിയിപ്പോൾ അടുത്ത ജന്മത്തിലെങ്കിലും ജനിക്കുമോ? ജനിക്കണോ വേണ്ടേ? ആഗ്രഹമൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ നാഭീദേവനെ പോലെ ആവണം. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇഡ്ഡലി കഴിക്കണം എന്നുള്ള ആഗ്രഹം വന്നാൽ മതിയോ? അത് ഉണ്ടാക്കണം, മാവ് ഉണ്ടാക്കണം, പിന്നെ എന്താണ് ഇഡ്ഡലി പാത്രത്തിൽ ഇട്ട് വേവിച്ച് ഒക്കെ ചെയ്താലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നാഭീദേവനെ പോലെ ആയാൽ ഋഷഭദേവനെ പോലെ ഭഗവാൻ നമ്മുടെ വീട്ടിൽ അവതരിച്ച് വരും. അതാണ് പറഞ്ഞത്. ബ്രഹ്മണ്യോന്യക്കുതോ നാഭേഹേ വിപ്രാഹ മംഗളപൂജിതാഹ. ഈ നാഭീദേവനെ പോലെ ബ്രാഹ്മണ ഭക്തന് വേറെ ആരാ അവിടെ ഉള്ളത്?
അന്യഃ കുതഃ നാഭേഃ വിപ്രാഹ മംഗലപൂജേ എന്താണ് മംഗലപൂജിതാഹ വിപ്രാഹ യസ്യ ബർഹിഷി യജ്ഞേഷം. എന്താ ഇദ്ദേഹം ബ്രാഹ്മണ ഭക്തനായിരുന്നു എന്ന് പറയാൻ എന്താ തെളിവ്? പറയാണ് ഈ ഭക്തനായതുകൊണ്ടാണ് ഈ ബ്രാഹ്മണന്മാരൊക്കെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ സ്വന്തം മകനായിട്ട് ഭഗവാനെ തന്നെ വരുത്തി. തെളിവല്ലത്? ആ ബ്രാഹ്മണന്മാർക്ക് ഞങ്ങളുടെ മകനായിട്ട് വരണമെന്നല്ല പറഞ്ഞത്, ഈ നാഭീൻ്റെ മകനായിട്ട് ആണോ ഇല്ലയോ? അപ്പോൾ അവരും ആ കാര്യത്തിലും സ്വാർത്ഥമൊന്നും നോക്കില്ല, രാജാവിൻ്റെ സ്വാർത്ഥമാണ് നോക്കിയത്. എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവ് മനസാ വാച മുഴുവനും ഈ മഹർഷിമാരുടെ ആശ്രയത്തിലായിരുന്നു, അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നു. അങ്ങനെയുള്ള ഗുരുനാഥന്മാരെ അങ്ങനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് കാണുന്നവരൊക്കെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് കേട്ടോ. കാണുന്നവരൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചാൽ സീതയുടെ അവസ്ഥ ആയിത്തീരും. ഓർമ്മയില്ലേ? ആ സന്യാസി വന്നോ, മഹാശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞ് ആര് വന്നോ? ഒരു സന്യാസി വന്നോ, അവനെ വിശ്വസിച്ചു, കണ്ണടച്ച് വിശ്വസിച്ചു. അവസാനം അവനെന്ത് ചെയ്തു? കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കൊണ്ട് പോയി. അങ്ങനെ വിശ്വസിക്കണം എന്നല്ല പറഞ്ഞത്, അങ്ങനെ വിശ്വസിക്കരുത്. വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കണം. ശാബ്ദേ പരേച നിഷ്ണാതം. എങ്ങനെയാണ് ഗുരുനാഥൻ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഏകാദശ സ്കന്ധത്തിലൊക്കെ, കേൾക്കാം നിങ്ങൾക്ക്. പക്ഷേ ഈ ആൾക്കാർ മാത്രം വന്നാൽ പോരാ, എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും വരണം. ഇങ്ങനെയൊരു അവസരം എല്ലാവർക്കും, നേരത്തെ പറഞ്ഞതുപോലെ ദുർലഭോ മാനുഷോദേഹ, ഈ മനുഷ്യദേഹം വളരെ ദുർലഭമാണ്. എപ്പോഴാണ് അടിച്ചു പോവുകയെന്ന് പറയാൻ പറ്റില്ല, ഫ്യൂസ് അടിച്ചു പോകുന്നത് പോലെ. അപ്പോൾ അതിനു മുമ്പ് എത്തേണ്ടടുത്ത് എത്തണമെങ്കിൽ ഇതുപോലത്തെ സദവസരത്തെ നമ്മൾ ഉപയോഗിക്കുക, സദുപയോഗപ്പെടുത്തുക. എല്ലാവരും വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാരബ്ധവും ബാധിക്കുന്നില്ലല്ലോ, പോയി വീട്ടിലെത്തുന്നത് വരെ ഉണ്ടോ? അപ്പോൾ ഇത്ര ദിവസമെങ്കിലും, 10-12 ദിവസമെങ്കിലും ഈ പ്രാരബ്ധത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാമല്ലോ, അല്ലേ? വരണം. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, റിട്ടയർഡ് ലൈഫുകാർ മാത്രം വന്നാൽ പോരാ. പിന്നെ ആര് വരണം? റിട്ടയർഡ് ആവാനുള്ളവരും, അല്ലേ? എല്ലാവരും വരണം. കുട്ടികളെയും പേരക്കുട്ടികളെയും ഒക്കെ കൊണ്ടുവരണം. ഈ സത്സംഗത്തിൽ കിട്ടുന്ന ആ ഒരു സുഖവും വിദ്യയും ജ്ഞാനവും ബുദ്ധിയും ഒക്കെ വേറെ ഒരു സ്കൂളിലും കോളേജിലും കിട്ടില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് രക്ഷപ്പെടണം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭാവി തലമുറ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ എവിടെയൊക്കെയാണോ സത്സംഗങ്ങൾ നടക്കുന്നത് കൊണ്ടുപോയിക്കോളാം. കുട്ടികളെ വലിച്ചു കൊണ്ടുപോവുക, നിർബന്ധിച്ച് കൊണ്ടുപോകണം. ചെറിയ കുട്ടികളെ, വലുതായ കഴിഞ്ഞാൽ പിന്നെ അവർ വരില്ല. ഒരു 10, 13, 14 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിച്ചാൽ വന്നോളണം എന്നില്ല. ചിലപ്പോൾ ചില കുട്ടികൾ പേടി കൊണ്ടോ അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് വിഷമാവും എന്നുള്ള ഭാവം കൊണ്ടൊക്കെ ചിലപ്പോൾ വരും. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അതിനൊന്നും അവരുടെ എന്താണ് അച്ഛനമ്മമാരുടെ വിഷമമൊന്നും നോക്കുന്നവരല്ല. അവരുടെ വിഷമം അച്ഛനമ്മമാർ വേണമെങ്കിൽ നോക്കിക്കൊള്ളണം. അങ്ങനെയാണല്ലോ ഇന്നത്തെ ഒരു പോക്ക്. അപ്പോൾ അതാ പറഞ്ഞത്, ബ്രഹ്മണ്യോന്യ കുതോ നാഭേഹേ വിപ്രാഹ മംഗലപൂജിതാഹ. അപ്പോൾ അതുകൊണ്ട് ഈ നാഭി ദേവനെപ്പോലെ ഇവിടെ ന ഭൂതഃ ന ഭവിഷ്യതി, ഭൂതകാലത്തിലും ഉണ്ടായിരുന്നില്ല, ഭാവി കാലത്തിലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഈ ഋഷഭചക്രവർത്തി ഈ ധർമാന്തർഷജിതു കാമഃ എന്താണ്? സ്വവർഷം കർമ്മക്ഷേത്രമനുമന്യമാനഃ പ്രദർശിത ഗുരുകുലവാസഃ. സ്വവർഷം അജനാഭം, തൻ്റെ വർഷമായിരിക്കുന്ന, തൻ്റെ രാജ്യമായിരിക്കുന്ന ഈ അജനാഭ വർഷത്തെ നന്നായിട്ടൊന്ന് ഭരിക്കണം, നല്ലവണ്ണം എല്ലാവരും വേണ്ടുന്നത് പോലെ അവരെയൊക്കെ മോക്ഷത്തിലേക്ക് നയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പ്രദർശിത ഗുരുകുലവാസഃ, ഗുരുകുലത്തിൽ കുറച്ച് ദിവസം വസിച്ച്. എല്ലാം അറിയുന്നവനാണ് ഭഗവാനല്ലേ ഇത്. ശ്രീകൃഷ്ണ ഭഗവാൻ പോലും 64 ദിവസം ഗുരുകുലത്തിൽ വസിച്ചോ ഇല്ലയോ? അതുപോലെ ഇദ്ദേഹം ശ്രീരാമനും ഗുരുകുലത്തിൽ വസിച്ചോ ഇല്ലയോ? പ്രദർശിത ഗുരുകുലവാസഃ ലബ്ധവറൈഹി, അദ്ദേഹത്തിനോട് ആ ഗുരുനാഥന് നൽകേണ്ടതായ ഗുരുദക്ഷിണയൊക്കെ നൽകി. ഗുരുഭിഹി അനുജ്ഞാതഃ, ഗുരുവിൽ നിന്ന് അനുജ്ഞയുമൊക്കെ മേടിച്ച് ഗൃഹമേധിനാം ധർമാൻ അനുശിക്ഷമാണഃ, ഗൃഹസ്ഥധർമ്മത്തെ
ലോകത്തിലേക്ക് ജനങ്ങൾക്ക് ഉപദേശിക്കാനായിട്ടും എന്തു ചെയ്തു? ജയന്ത്യാമിന്ദ്രദത്തായാം, ഇന്ദ്രൻ്റെ മകളായ, ഇന്ദ്രനാൽ നൽകപ്പെട്ട ഇന്ദ്രൻ്റെ മകളായ ജയന്തിയെ കല്യാണം കഴിച്ചു നമ്മുടെ ഋഷഭ ചക്രവർത്തി. ഈ ജയന്തിയിൽ ഋഷഭ ചക്രവർത്തിക്ക് 100 കുട്ടികളുണ്ടായി. 100 ജനയാമാസ. എങ്ങനെയുള്ള കുട്ടികളായിരുന്നു? ആത്മസമാനാനാം, തനിക്ക് തുല്യരാണ്, ഈ ഋഷഭദേവന് തുല്യരായ 100 കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചു. അതിൽ ഖലു മഹായോഗി ഭരത ജ്യേഷ്ഠ, മഹായോഗിയായ ഭരതൻ ജ്യേഷ്ഠപുത്രനാണ്. 100 പേരിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ജ്യേഷ്ഠപുത്രൻ്റെ പേര് എന്താണ്? ഭരതൻ. വെറും ജ്യേഷ്ഠൻ മാത്രമാണോ? അല്ല, ശ്രേഷ്ഠഗുണഹാസീത്. എന്തായിരുന്നു? ശ്രേഷ്ഠഗുണിയും ആയിരുന്നു. ഏന ഇതം വർഷം ഭാരതം ഇത് വ്യപതിശന്തി. ഇദ്ദേഹം ഭരിച്ചത് കൊണ്ടാണ് ഈ യജനാഭ വർഷത്തെ ഭാരതം എന്ന് പിന്നീട് ജനങ്ങൾ വിളിച്ചത്. അപ്പോൾ നമ്മുടെ ഭാരതം എന്താണ്? ഹമാരാ ഭാരത് മഹാൻ, മേരാ ഭാരത് മഹാൻ എന്നൊക്കെ കേൾക്കാറുണ്ടോ? പറയാറുണ്ടോ? ഭാരത് മാതാ കി ജയ്യൊക്കെ പറയാറുണ്ടോ? പറയാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ജനങ്ങളൊക്കെ ചിലരൊക്കെ പറയുക. അതൊക്കെ പറഞ്ഞുകൂടാ അല്ലേ? ഭാരതമാതയാണെന്നൊക്കെ പറഞ്ഞുകൂടാ. രാമചന്ദ്ര കി ജയ് എന്നൊക്കെ പറഞ്ഞുകൂടാ. ചിലർക്ക് അങ്ങനെയാണ്. എന്താ ഇപ്പം ചെയ്യുക? നമ്മുടെ ഭാരതത്തിൽ രാമനാമം ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ പാകിസ്ഥാനിലാണ് പോയിട്ട് ജപിക്കുക അല്ലേ? എന്താ ഇപ്പം ചെയ്യുക? അങ്ങനെ ആയിപ്പോയി. അപ്പോൾ തമനു കുശാവർത്ത ഇളാവർത്തോ ബ്രഹ്മാവർത്ത, ഈ പറയപ്പെടുന്ന ഒരു 9 കുട്ടികൾ ഈ ഭരതനെ അനുഗമിച്ച് ആ രാജ്യഭരണത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് നിർത്തി. പിന്നീടുള്ളൊരു 9 പേര് ഇപ്പം 10 പേരായി. ഭരതനും 9 അനിയന്മാരും 10 പേരായി. പിന്നെ ഒരു 9 പേര് മഹായോഗികളായി ഭവിച്ചു. കവിർഹരിരന്തരിക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോധദ്രുമില ചമസക്കരഭാജന തുടങ്ങിയ ഈ 9 പേര് എന്താണ്? മഹാഭാഗവതധർമ്മദർശന നവമഹാഭാഗവതാഹ തേഷ. ഈ 9 മഹായോഗികളെക്കുറിച്ച് പിന്നീട് പറയാം. ഏകാദശ സ്കന്ധത്തിൽ ഇവരുടെ കാര്യം നിങ്ങൾക്കൊക്കെ കേൾക്കാം. എല്ലാവരും നമുക്കൊക്കെ കേൾക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അല്ലേ? പലതവണ കേട്ടിട്ടുള്ളവരായിരിക്കും അല്ലേ? നവയോഗികളുടെ കഥ ഒക്കെ കേട്ടിട്ടുണ്ടോ? നവയോഗി സംവാദം. അതെ, ഇവിടെ ഉള്ളവരെല്ലാവരും ഭാഗവതത്തെ ഇങ്ങനെ കേട്ട് അതിനെ കുടിച്ച് അല്ലേ അങ്ങനെയുള്ളവരാണ്. അപ്പോൾ എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം പറയുമ്പോഴും അല്ലേ? പറയുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കേൾക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ 9 പേര് മഹായോഗികളായി ഭവിച്ചു. ഇപ്പം എത്രയായി? 10 ഉം 9 ഉം 20. എത്രയായി? നിങ്ങളെന്തൊന്നും പറയാതെ 19 പേരായി. ഇനി ബാക്കി എത്ര പേരുള്ളത്? 82 പേര്. കണക്കിൽ കുറച്ച് പുറകിലാണ്. 81 പേര് ഇവിടെ പറയാണ്. യവീയാംസയേകാശീതി ജായന്തേയാഹ പിതുരാദേശകരാഹ. ഈ ജായന്തേയന്മാർ, ജയന്തി പുത്രന്മാർ 81 പേര് അച്ഛൻ്റെ ആദേശങ്ങളെ അതുപോലെ അനുസരിക്കുന്നവരായി, മഹാശാലീനാഹ നല്ല സ്വഭാവമുള്ളവരായി, മഹാശ്രോത്രിയാഹ യജ്ഞയാഗാദികളൊക്കെ ചെയ്യുന്നവരായിട്ട്, യജ്ഞശീലാഹ കർമ്മവിശുദ്ധാഹ ബ്രാഹ്മണാഹ ബഭൂവുഹോ. ഇവരൊക്കെ ബ്രാഹ്മണരായി മാറിയെന്നാണ് പറഞ്ഞത്. ക്ഷത്രിയപുത്രന്മാരാണെങ്കിലും ഇവരുടെ കർമ്മം കൊണ്ട് നിരന്തരം ബ്രാഹ്മണ കർമ്മം ചെയ്ത് ബ്രാഹ്മണരായിട്ട് മാറി. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഒരു പൂനൂല്, ഒരു നൂലിട്ടത് കൊണ്ട് ബ്രാഹ്മണരാവില്ല. അത് മനസ്സിലായില്ലേ? പൂനൂല് ഇപ്പോൾ ആർക്കും കൂടാമല്ലോ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെ വിശ്വാമിത്രരെ പോലെ ഈ പറഞ്ഞ കുട്ടികളെപ്പോലെ നിരന്തരം ആ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെട്ട് ആ ഉള്ളിലുള്ള രക്തവും എന്താണ്? ബ്രാഹ്മണ്യം നിറഞ്ഞതായി തീർന്നു. അങ്ങനെ കർമ്മവിശുദ്ധാഹ ബ്രാഹ്മണാഹ ബഭൂവുഹു. ആരോ പറഞ്ഞു, എന്തോ തമ്മിൽ എന്താണ് വഴക്കുണ്ടായപ്പോൾ പറഞ്ഞു, നിങ്ങൾ മാത്രം എന്ത് തിരുമേനെ, അത് വേണമെങ്കിൽ ഞാൻ ഒരു 5 രൂപ കൊടുത്താൽ 2 പൂനൂല് എനിക്കും കിട്ടും, ഞാനും ഇടുമല്ലോ, നിങ്ങൾ മാത്രം എന്ത് ഇല്ല തിരുമേനെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കേട്ടത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നൂലിട്ടാലൊന്നും ആവോ? ഒന്നും അങ്ങനെയാ.
ഇപ്പോൾ നമ്മൾ ഗണ്ണ് പിടിച്ചത് കൊണ്ട് യോദ്ധാവോ? ആവോ? മിലിറ്ററിക്കാരനായി തീരുവോ? സിനിമയിൽ നടിച്ചത് കൊണ്ട് യോദ്ധാവായിട്ടും ഗന്നൊക്കെ പിടിച്ച് ഇങ്ങനെ പടപടപെട്ടാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് എന്താണ് കർണൽ അതുപോലെ മേജറൊക്കെ ആയി തീരുവോ? എന്താ ഒന്നും പറയാത്ത? ഇല്ല. അപ്പോൾ അത് തീരില്ല. അങ്ങനെ ഈ എന്താണ് 81 പേര്, അങ്ങനെ എത്ര പേരായിപ്പോൾ? 100 പേരുടെ സ്വഭാവം ഗുണമൊക്കെ പറഞ്ഞു. അവരെന്തായി മാറി. പിന്നീട് ഈ ആത്മതന്ത്ര സ്വയം നിത്യനിവൃത്ത അനർത്ഥപരംപര കേവലാനന്ദാനുഭവ ഈശ്വരയേവ വിപരീതവത്കർമാണ്യാരഭമാണ. എല്ലാം അറിയുന്നവനാണെങ്കിലും എങ്ങനെയാണോ ഭരിക്കേണ്ടത്, എങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഗൃഹസ്ഥാശ്രമം എങ്ങനെയാണോ നയിക്കേണ്ടത്, പ്രജകൾക്ക് എന്തൊക്കെയാണോ ഉപദേശിക്കേണ്ടത്, അത് ഏത് വിധത്തിലാണ് നേരിട്ട് പോയിട്ട് നിങ്ങളെങ്ങനെ ചെയ്തോളണം എന്നല്ല. പറഞ്ഞു മനസ്സിലായില്ല? അങ്ങനെ പറഞ്ഞാലൊന്നും കേൾക്കില്ല. നിങ്ങളാരാ പറയാൻ? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ, ഇവിടെ ജനാധിപത്യമല്ലേ ഉള്ളത് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അങ്ങനെ അന്നത്തെ രാജാക്കന്മാരും അങ്ങനെ ചെയ്തിരുന്നില്ല. ധർമാർത്ഥയശഃ പ്രജാനന്ദാമൃതാവരോധേന ഗൃഹേഷു ലോകം. ഇങ്ങനെ ഗൃഹസ്ഥാശ്രമധർമ്മം ആചരിക്കുകയും പ്രജകളെ കൊണ്ട് ആചരിപ്പിക്കുകയും ചെയ്തു നമ്മുടെ ഈ ഋഷഭ ചക്രവർത്തി. എന്തുകൊണ്ടങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ, യദ്യച്ഛീർഷണ്യാചരിതം തത്തദനുവർത്തത്തെ ലോകഃ. ശ്രേഷ്ഠന്മാർ ഏത് വഴിയാണോ സ്വീകരിക്കുന്നത്, ഏത് ആചരണത്തെയാണോ ആചരിക്കുന്നത്, അതിനെ സാധാരണക്കാർ അതുപോലെ അനുകരിക്കും. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സ യത്പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. എവിടെയുണ്ട്? ഗീതയിലുണ്ട് അല്ലേ? യദ്യച്ഛീർഷണ്യാചരിതം തത്തദനുവർത്തതേ ലോകഃ എന്ന് ഇവിടെയും പറഞ്ഞു. അതേ അർത്ഥം വരുന്ന ശ്ലോകമാണ്. യദ്യപി സ്വവിദിതം സകലധർമ്മം ബ്രാഹ്മം ഗുഹ്യം ബ്രാഹ്മണൈഃ ദർശിതമാർഗേണ. ഈ രാജാവാണെങ്കിലോ എല്ലാം അറിയുന്നവനാണെങ്കിലും എല്ലാ ധർമ്മത്തെയും അറിയുന്നവനാണെങ്കിലും ബ്രാഹ്മണൈഃ ദർശിതമാർഗേണ, വീണ്ടും പറഞ്ഞു, ബ്രാഹ്മണരാൽ ദർശിപ്പിക്കപ്പെട്ട മാർഗത്തിൽ സാമാദിഭി ഉപായൈഃ ജനതാമനുശാസ. സാമദാന ഭേദദണ്ഡാദികൾ കൊണ്ട് ഈ പ്രജകളെയൊക്കെ എങ്ങനെയാണോ ഭരിക്കേണ്ടത്, എങ്ങനെയാണോ പാലനം ചെയ്യേണ്ടത്, പ്രജാപാലനം അതുപോലെ ചെയ്തു. ഈ ബ്രാഹ്മണൈഃ ദർശിത മാർഗേണ. അങ്ങനെ ആ ഭഗവാനെ ഇങ്ങനെയൊക്കെ ഈ പ്രജാപാലനം ചെയ്യുന്നതോടൊപ്പം എന്തൊക്കെ ചെയ്തു? നല്ല ഒരു 100 യാഗങ്ങളൊക്കെ ചെയ്തു. ഭഗവത് ദർപ്പിതമായിട്ട്, ഭഗവത് പ്രീത്യർത്ഥമായിട്ട്, ഭഗവദർപ്പിതമായിട്ട്. ശതകൃത്വ ഇയാജ ക്രതുഭിः യഥോപദേശം. ഈ ബ്രാഹ്മണന്മാരുടെയൊക്കെ ഗുരുനാഥന്മാരുടെയൊക്കെ ഉപദേശം അനുസരിച്ച് 100 യാഗാദികളൊക്കെ ചെയ്തു. അശ്വമേധം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ ഋഷഭ ചക്രവർത്തി പ്രജകളൊക്കെ എല്ലായിടത്തും എങ്ങനെയൊക്കെയാണ് സുഖമായിട്ടാണോ ജീവിക്കുന്നത്, അവരൊക്കെ എന്താണ് തമ്മിൽ പരസ്പരം വർത്തമാനമൊക്കെ പറയുന്നത്, രാജാവിനെക്കുറിച്ച് നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ധർമാനുസൃതമായിട്ടുള്ള ജീവിതമാണോ അധർമാനുസൃതമായിട്ടുള്ള ജീവിതമാണോ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണ്ടേ? വരും മറ്റുള്ളവർ പറഞ്ഞത് മാത്രം കേട്ടാൽ മതിയോ? സ്വയം പോയി ഇങ്ങനെ കേൾക്കുന്നു. അങ്ങനെ ഒരു ദിവസം കഥാചിത് അടമാനഃ ഭഗവാന് ഋഷഭഃ, ഈ ഋഷഭദേവൻ ബ്രഹ്മാവർത്തം എന്ന പ്രദേശത്തിൽ ചെല്ലുകയും ബ്രഹ്മഋഷി പ്രവരസഭായാം ബ്രഹ്മഋഷി പ്രവരന്മാരുടെ സഭയിൽ പ്രവേശിക്കുകയും പ്രജാനാം നിശാമയന്തീനാം പ്രജകളെല്ലാവരും ബ്രാഹ്മണരെല്ലാവരും കേൾക്കെ ആത്മജാന് അവഹിതാത്മനഃ തൻ്റെ 100 പുത്രന്മാരെയും സകല ജനങ്ങളുടെ മുമ്പിലും വെച്ചിട്ട് ഇവരെല്ലാവരും സാത്സ്വഭാവികളാണെങ്കിലും എല്ലാം അറിയുന്നവരാണെങ്കിലും ഇവരോട് പറയേണ്ടതൊന്നുമില്ലെങ്കിലും ഈ പ്രജകൾ ബ്രാഹ്മണാദികൾ പ്രജാപ്രതിനിധികളൊക്കെ ഉള്ളപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ഉപദേശിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ കുട്ടികളെ. അപി ഉപശിക്ഷയന്ന് ഇതി ഹോവാച. എന്തുപദേശിച്ചോ? അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഉപദേശമാണ് ഋഷഭോപദേശം. ഇവിടെ ഉപദേശം ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ?
നിങ്ങൾ കുട്ടികളോട് പഠിക്കടാ പഠിക്കടാ പഠിക്കടി എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് പറഞ്ഞാലാണ് കേട്ടത് നിങ്ങളെ കുട്ടികൾ? ഇവരെപ്പോഴും ഇതന്നെ ആയിരിക്കും പറയുക. നിങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടോ മൊബൈൽ ഒന്ന് മാറ്റി വെക്കുമോ? നിങ്ങളെ കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടില്ലേ? കേൾക്കുന്നുണ്ടവർ? ഇതൊന്നും പറയാതെ നിങ്ങൾ അങ്ങനെ അധികം ഉപദേശിച്ചാൽ ഇവരൊന്നും കേൾക്കില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത്. ആർക്കും ഇഷ്ടമില്ലാത്തൊരു ദേശമുണ്ടായിരുന്നു അത്രേ. അതേതാ? ആദ്യം ഉത്തരം പറഞ്ഞിട്ടാണ് കേട്ടോ ചോദ്യം ചോദിച്ചത്. ഇഷ്ടമില്ലാത്ത ഒരു ഉപദേശം ഇപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ഉപദേശിക്കാൻ നല്ല രസമുണ്ട് അല്ലേ? നിങ്ങൾ ഉപദേശിക്കാറില്ലേ? അത് കഴിക്കാൻ പാടില്ല, ഇങ്ങനെ പോകാൻ പാടില്ല, നിങ്ങളെല്ലാവരും ഉപദേശിച്ചവരല്ലേ? പക്ഷെ മറ്റുള്ളവർ നിങ്ങളോട് അതേ കാര്യം പറഞ്ഞാലോ, എന്നോടാ എനിക്കിതൊക്കെ അറിയില്ലേ? ഇല്ലേ? ഇതാണ് നമ്മുടെ സ്വഭാവം തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടാവും? ആലോചിച്ച് നോക്കൂ. ഞാൻ എത്ര കാലമായി ഭാഗവതം കേൾക്കുന്നത്, എന്നോടാ വന്നിട്ട് ഇയാൾ ഭാഗവതത്തെക്കുറിച്ചും മറ്റും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറന്നിറക്കാൻ പാടില്ല, ഇങ്ങനെ തൊഴാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്നോടാ ഉപദേശം. ആർക്കും അല്ലേ? അങ്ങനെ കൂടുതൽ അമിതമായിട്ട് ഉപദേശിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കേണ്ടതാണ്. പറയാണ് ഋഷഭൻ, നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹത്തെ വിഡ്ഭുജാഹ്യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ഹേ പുത്രാഹ, ഹേ പുത്രകാഹ, ഹേ കുട്ടികളെ, ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാ. എന്താണ്? ഈ ദേഹം നൃലോകത്തിൽ, മനുഷ്യലോകത്തിൽ, ഈ മർത്യലോകത്തിൽ ദേഹമുള്ള എന്താണ് ഈ ദേഹം, അയം ദേഹ, ഈ ദേഹം ഈ വെറും ഈ തുച്ഛ സുഖഭോഗങ്ങളെ അനുഭവിക്കാനുള്ളതല്ല. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമുക്ക് സമയമാകുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരില്ലേ? സമയമാകുമ്പോൾ കാപ്പിയോ ചായയോ ഭക്ഷണമോ താമസ സൗകര്യമോ ഒക്കെ കിട്ടിയില്ലെങ്കിൽ വിഷമമുണ്ടാവും, ദേഷ്യം വരുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ എത്ര ഭാഗവതം കേട്ടാലും കേൾക്കുന്ന ആളുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, പറഞ്ഞാലും സമയത്ത് ഇത് കിട്ടിയില്ലെങ്കിൽ അല്ലേ ദേഷ്യം വരുന്നുണ്ടോ? അതാണ് പറഞ്ഞത്, ദേഹോ ദേഹഭാജാനൃലോകെ കഷ്ടാൻ കാമാനർഹത്തെ. ഈ സുഖം അത് സുഖം, അങ്ങനെ കല്യാണം കഴിച്ചാൽ സുഖം, കുട്ടികളുണ്ടായ സുഖം, ജോലി കിട്ടിയ സുഖം, ഭക്ഷണം കഴിച്ചാൽ സുഖം, നല്ല ആരോഗ്യം കിട്ടിയ സുഖം, അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ ധാരണയും. നമ്മളൊക്കെ അതിന് വേണ്ടല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദുഃഖൗഷധം തദപി ദുഃഖം. ദുഃഖത്തിന് ഔഷധമായിട്ട് നമ്മൾ ജീവിതത്തിൽ എന്തിനൊക്കെയാണോ സ്വീകരിക്കുന്നത് അതൊക്കെ ദുഃഖത്തിന് കാരണമായി തീർന്നതാണ്. നമ്മൾ ദുഃഖമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? പണ്ടൊക്കെ ആണെങ്കിൽ വെള്ളം വലിക്കും. ഇപ്പോൾ വെള്ളം വലിക്കാറുണ്ടോ? വെള്ളം എടുക്കാറുണ്ടോ കയറ് പിടിച്ച്? ഇല്ലല്ലോ, ഇല്ല. മോട്ടറിട്ട് വെച്ചു അല്ലേ? പിന്നെ ഇറക്കാനുണ്ടായിരുന്നു ഇഡ്ഡലി മാവോ ദോശ മാവോ പുട്ടുമാവോ. പുട്ട് ഇറക്കാറുണ്ടോ? അറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും ഒന്ന് വേണം, കുറച്ച് ശാരീരികമായിട്ടുള്ള എക്സസൈസ് അല്ലേ? ഇതുണ്ടാവുമായിരുന്നു പണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്ത് ചെയ്തോ? ഗ്രൈൻഡറും അത് കഴിഞ്ഞു, ഇപ്പോൾ മിക്സി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തത് എന്തുണ്ടാവും? കുറച്ചുകൂടി കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് അതൊക്കെ പച്ചയായിട്ട് കഴിച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ ഇത് ഉള്ളിൽ ദഹിപ്പിച്ചോട്ടെ എന്ന് ചിലപ്പോൾ ഭാവിയിൽ ആ മിക്സിയൊക്കെ പുറത്ത് വെക്കുന്നതിനേക്കാളും ഉള്ളിൽ വെച്ചാലല്ലേ സുഖം എന്നൊക്കെ ചിലപ്പോൾ അകത്ത് നിന്ന് പിടിപ്പിച്ച് കളയും. സയൻസ് ഇന്നത്തെ ടെക്നോളജിയുടെ ഒരു കാര്യം, എന്തും ചെയ്യും. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാന്ന് പറയേണ്ട ആവശ്യമില്ല, ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ വാച്ച് ഇങ്ങനെ ഞെക്കിയാൽ മതി, ഹലോ, ഇതൊക്കെ വരും. അപ്പോൾ ദുഃഖൌഷധം തദപി ദുഃഖം. ദുഃഖത്തിന് ഔഷധമായിട്ട് നമ്മൾ എന്തിനൊക്കെയാണോ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് അതൊക്കെ ദുഃഖമായിട്ട് തീരുന്നതാണ്. അതുകൊണ്ട് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖങ്ങളൊക്കെ കഷ്ടാൻ കാമാനർഹത്തെ വിഡ്ഭുജായേ. വിഡ്ഭുജാം വിട്ട് കൃമികീടങ്ങളും നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ ദുഃഖസുഖഭോഗങ്ങൾ അനുഭവിക്കുന്നു.
നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് മൈസൂർ പാക്കോ ലഡ്ഡു ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം കൃമികീടങ്ങൾക്ക് ഡ്രൈനേജിൽ ചീഞ്ഞ വെള്ളത്തിൽ എന്താ പറയുക അല്ലേ സുഖമായിട്ട് അവർ ജീവിക്കുന്നു. അതൊക്കെ കഴിക്കുമ്പോൾ അവർ മൈസൂർ പാക്കും ലഡ്ഡു പായസം പായസമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖത്തെയാണ് അതുങ്ങൾ അനുഭവിക്കുന്നതാണോ ഇല്ലയോ? ഇത് നിങ്ങളൊന്നും പറയാത്ത അല്ലേ? അപ്പോൾ പിന്നെ എന്താ കാര്യം? ആഹാരനിദ്രാഭയമൈഥുനഞ്ച സമാനമേതത് പശുഭിർനരാണാം ധർമ്മോ ഹി തേഷാമധികോ വിശേഷഃ ധർമ്മേണ ഹീന പശുഭിസ്സമാനഃ. പശുക്കൾക്ക് തുല്യം എന്ന് പറഞ്ഞാൽ ഈ ഗോമാതാവിന് തുല്യം എന്നല്ല കേട്ടോ. പശു എന്നുള്ള വാക്ക് നമ്മൾ മലയാളത്തിൽ പശുവിനാണ് ഉപയോഗിക്കുന്നത്, ഗോമാതാവിനാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും പൊതുവേ സംസ്കൃതത്തിൽ പശു എന്ന് പറഞ്ഞാൽ ജന്തുക്കൾക്ക് തുല്യം. ആര്? ആഹാരം നമ്മളും കഴിക്കുന്നു, കൃമികീടങ്ങളും കഴിക്കുന്നു, പൂച്ചയും നായയും പട്ടിയും എല്ലാം കഴിക്കുന്നു. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല അല്ലേ? ഉണ്ടോ? നമ്മളും അവരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. നിദ്ര, നമ്മൾ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. അത്ര ഉറക്കം അവർ ഉറങ്ങുന്നുണ്ടോ എന്നാ സംശയം. നമ്മൾക്ക് എത്ര നേരം വേണമെങ്കിലും ഉറങ്ങും, എത്ര നേരം വേണമെങ്കിലും ഏത് നേരം വേണമെങ്കിലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ആഹാര, നിദ്ര, ഭയം. നേരത്തെ നമ്മൾ കേട്ടു പ്രഭാഷണത്തിൽ ഭയം എന്ത് ചെയ്യുമ്പോഴും ഭയം. നമ്മൾ നേരത്തെ കേട്ടില്ലേ രാവിലെ? ഭയം ജനിച്ചെന്ന് തൊട്ട് ഇന്നേ വരെ, ഇനി മരിക്കുന്നത് വരെ നമ്മൾ ഭയന്ന് ഭീരുക്കളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മൃഗങ്ങളെ പോലെ. മൃഗങ്ങളും എങ്ങനെയാണ്? ഏത് സമയത്തും ഇങ്ങനെ ഭയന്നുകൊണ്ടിരിക്കും. നിങ്ങളൊരു പശു അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അവിടെ പോയി ചാടി പോയി നിൽക്കൂ. അത് ഞെട്ടി ഓടുമല്ലോ. പട്ടിയാവട്ടെ നായയാവട്ടെ അല്ലേ? ഭയം. മൈഥുനഞ്ച. ഈ എന്താണ്? ഇന്ദ്രിയ സുഖങ്ങൾ, ഇന്ദ്രിയ വിഷയ സുഖം. എന്തൊക്കെ നമുക്ക് 10 ഇന്ദ്രിയങ്ങളാണുള്ളത്. മൃഗങ്ങൾക്ക് ഓരോ ഇന്ദ്രിയങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ ശക്തിയുള്ളത്. മനുഷ്യന്മാരുടെ കാര്യം അങ്ങനല്ല. എല്ലാ ഇന്ദ്രിയങ്ങളും ബലിഷ്ഠന്മാരാണ്. ഓരോ ഇന്ദ്രിയങ്ങളും ബലിഷ്ഠന്മാരാണ്. അതിൽ ഒരു ഇന്ദ്രിയം ആഗ്രഹിച്ചാൽ നമ്മളെ കുഴിയിൽ വീഴ്ത്താം. ആനയെ സ്പർശസുഖത്തിൻ്റെ പിന്നിൽ പോയിട്ടാണ് ഈ കുഴിയിൽ വീഴുന്നത് ആന. അന്ന് വീണ ആന ഇന്നേ വരെ മരിക്കുന്നത് വരെ ബന്ധനത്തിലാണ്. ആണോ? എപ്പോഴോ ഒരു ദിവസം കുഴിയിൽ വീണോ, പിടി ആനയെ സ്പർശിച്ച് ആ സ്പർശസുഖം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഓടിയത്. അന്നൊരു വീഴ്ച വീണോ, വീഴ്ചപ്പറ്റി ചിലർ പറയാറുണ്ടോ, കേൾക്കാറുണ്ടോ? വീഴ്ച പറ്റിപ്പോയതാ കേൾക്കാറുണ്ടോ? ടി വിയിലും ചാനലിലൊക്കെ. വീഴ്ച പറ്റിപ്പോയിട്ട് പിന്നെ കാര്യമുണ്ടോ? അവസാനം മരിക്കുന്നത് വരെ ഈ കുഴിയിൽ വീണ ആനയെ പോലെ ആവണോ? അത് ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെപ്പോലെ ടി വി കാണണം, മൊബൈൽ ഞെക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല അതിന്. ഉണ്ടോ? നമ്മളെപ്പോലെ മൈസൂർ പാക്ക് കഴിക്കണം, ലഡു കഴിക്കണം, പാൽപ്പായസം കഴിക്കണം, അമേരിക്കയിലേക്ക് പോകണം, ചന്ദ്രലോകത്തിലേക്ക് പോകണം, അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല. ആകെ കുറച്ച് സ്പർശസുഖം, കുറച്ച് രസനസുഖം, ഇത്രയേ ഉള്ളൂ അതുങ്ങൾക്കൊക്കെ. എന്നിട്ടും ഇവരൊക്കെ പോയി കുഴിയിൽ ചാടുന്നു, ചാവുന്നു, മരിക്കുന്നു, ബന്ധിതരാകുന്നു. അപ്പോൾ നമ്മൾ ഈ എല്ലാ 10 ഇന്ദ്രിയങ്ങളും 11ാമത്തെ മനസ്സും എല്ലാം നമ്മളെ ഓരോ ഭാഗത്തേക്ക് പിടിച്ച് വലിക്കുന്നു. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളൊക്കെ പിടിച്ച് വലിച്ചാൽ എന്തുണ്ടാവും? കുഴിയിൽ എപ്പോഴും ഭയന്ന് ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഇതെല്ലാം ഈ പറഞ്ഞ 4ഉം നമ്മളും അനുഭവിക്കുന്നു. പിന്നെ ആര്? മൃഗങ്ങളും അനുഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കൃമികീടങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് എന്താ വേണ്ടത്? തപോ ദിവ്യം പുത്രകാജേന സത്വം. ഹേ പുത്രന്മാരെ ദിവ്യമായ തപസ്സിനെ അനുഷ്ഠിക്കുക. ആ തപസ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്ത് ലഭിക്കും? യസ്മാത് ശുദ്ധ്യേത്, ചിത്തശുദ്ധി ഉണ്ടാവും. ശ്രദ്ധിച്ച് കേൾക്കണം. തപസ് അനുഷ്ഠിക്കുന്നത് എന്തുണ്ടാവും? ചിത്തശുദ്ധി ഉണ്ടാവും. ചിത്തശുദ്ധി ഉണ്ടായാൽ എന്തുണ്ടാവും? ബ്രഹ്മസൗഖ്യം തു അനന്തം. അനന്തമായിട്ടുള്ള ആ ബ്രഹ്മസൗഖ്യം, സച്ചിദാനന്ദം അത് ലഭിക്കും. എപ്പോൾ ലഭിക്കും? ചിത്തശുദ്ധി വന്നാൽ. ചിത്തശുദ്ധി വരണമെങ്കിൽ
തപോദിവ്യം പുത്രകാഹ, തപോദിവ്യം നല്ല ദിവ്യമായ തപസ് അനുഷ്ഠിക്കണം. അയ്യോ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോകണം അല്ലെങ്കിൽ ബദരികാശ്രമത്തിലേക്ക് പോകണമെന്നാണോ പറഞ്ഞത്? അല്ല. എന്താണ് തപസ് എന്നാണെങ്കിൽ മഹത്സേവാം. തപസ് എന്താണ്? ഗൃഹസ്ഥന്മാരുടെ തപസ് എന്താണ്? മഹത്സേവാം മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി. ഇത് ഗൃഹസ്ഥന്മാരുടെ ധർമ്മമാണ്. മഹത്സേവാം, മഹജ്ജനങ്ങളെ സേവിക്കണം, അതിഥികളെ സേവിക്കണം. ആരാണ് അതിഥി? തിഥി നോക്കാതെ വരുന്ന ആളാണ്, പറയാതെ വരുന്ന ആളാണ് അതിഥി. സേവിക്കണം. പിന്നെ എന്താണ് പറഞ്ഞത്? മഹത്സേവ. ഈ മഹത്സേവ കൊണ്ട്, മഹത്സേവയെ മുക്തിയുടെ ദ്വാരം എന്ന് പറയുന്നു. നമുക്ക് മുക്തി നേടണമെന്നുണ്ടെങ്കിൽ മഹജ്ജനങ്ങളെ സേവിക്കണം, സജ്ജനങ്ങളെ സേവിക്കുക. നേരെ മറിച്ച് ഈ വിഷയ സുഖലാലസ ഭോഗ ലാലസികളായി മാറിയാൽ തമോദ്വാരം, അത് നരകത്തിലേക്കുള്ള ദ്വാരം തുറന്ന് കിട്ടുമത്രേ. അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം. ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മൾ അങ്ങോട്ട് വേദനിപ്പിക്കുക. ഞാൻ നിന്നെ വെറുതെ വിടില്ല, നിന്നെ എനിക്കറിയാം, ഇന്ന് നീ എന്നെ അപമാനിച്ചു, 4 ആൾക്കാരുടെ മുമ്പിൽ നാളെ നിന്നെയും ഞാൻ, അല്ലേ? ആ ഒരു ജ്വാല അല്ലേ? അത് അല്ല വേണ്ടത്. തമോദ്വാരം യോഷിതാം സംഗിസംഗം. ഈ വിഷയ സുഖഭോഗങ്ങളുടെ പുറകിൽ പോകുന്നത് തമോദ്വാരത്തിന് കാരണമായി, തുറന്നു കിട്ടാൻ കാരണമായി തീരും എന്ന് പറഞ്ഞാൽ നരകത്തിലേക്കായിരിക്കും പോവുക. അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരി, ആരാണ് മഹാന്തന്മാർ? മഹാന്മാരാരാ അതറിയണ്ടേ? നല്ല ഭസ്മവും ചെയ്തതുപോലെ അല്ലേ, കുറച്ച് മാലയും കുറച്ച് വസ്ത്രവുമൊക്കെ ധരിച്ചതുകൊണ്ട് ഗംഭീരമായിട്ട് മഹാന്മാരാവോ? അതാവോ? അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഒരു തവണ കണ്ണ് തുറന്ന് വിശ്വസിച്ചതിന് ശേഷം പിന്നീട് കണ്ണടച്ച് വിശ്വസിച്ചോളാം. അതാണ് പറഞ്ഞത്. ആരാണ് മഹാന്തന്മാർ? സമചിത്താഹ, സമചിത്തത ഉള്ളവരാണ് മഹാന്മാർ. എന്താണ് സമചിത്ത? ശീതോഷ്ണ സുഖദുഃഖേഷു തുല്യനിന്ദാ സ്തുതിർമൗനി എന്നൊക്കെ കേട്ടിട്ടില്ല ഗീതയിൽ? ഇവരൊക്കെയാണ് നിന്ദാസ്തുതിയൊക്കെ തുല്യമായിട്ട് കാണുന്നവർ. സുഖദുഃഖങ്ങളെയും തുല്യമായിട്ട് സമമായിട്ട് കാണുന്നവരാണ് മഹാന്തഃ സമചിത്താഃ. നമ്മൾ സുഖം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ അങ്ങനെ തുള്ളിച്ചാടരുത്, ദുഃഖം വരുമ്പോൾ തളർന്ന് വീഴരുത്. ഈ സുഖവും ദുഃഖവും ഒക്കെ ജീവിതത്തിൽ വന്നു പോകുന്നവകളാണ്. മാത്രാസ്പർശേ കൗന്തേ, എന്താണ് ഈ മാത്രാസ്പർശ? ഇന്ദ്രിയ വിഷയ സുഖഭോഗങ്ങൾ, ശീതോഷ്ണ സുഖദുഃഖങ്ങൾ അല്ലേ? നമുക്ക് തണുപ്പ്, ഇപ്പോൾ ചൂടുകാലം, ഇപ്പോൾ നല്ല ചൂട്, രാവിലെ നല്ല തണുപ്പുണ്ടാവും, ഉച്ചക്കാകുമ്പോൾ ഭയങ്കര ചൂടുമാണ്. അയ്യോ എന്തൊരു ചൂട്, എന്തൊരു ചൂട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും നമ്മൾ? മഴക്കാലം വന്നാലേ എന്തൊരു മഴ, എന്തൊരു മഴ എന്ന് പറയാറില്ലേ? അത് പറയുന്നത് കൊണ്ട് അത് നിൽക്കുമോ? എന്തൊരു ചൂട്, എന്തൊരു ചൂട് എന്ന് പറഞ്ഞത് കൊണ്ട് ചൂടില്ലാതാവുമോ? അതിനനുഭവിച്ച് അതിനെ സഹിക്കുക. എന്താണ്? താന് തിതിക്ഷസ്വ ആഗമാപായിനോ നിത്യാഹ, താന് തിതിക്ഷസ്വ. എന്താണ്? സഹിച്ചോളൂ, അത്രേ ഉള്ളൂ. എന്ത് വന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക്, ഇന്നത്തെ പ്രത്യേകിച്ചും ഇന്നത്തെ ആ പുതിയൊരു തലമുറ ഉണ്ടല്ലോ, സഹിക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പു കൊടുത്തോളണം, കൊടുത്തില്ലെങ്കിൽ അത് കുട്ടിക്കാലം മുതലേ നിങ്ങൾ കൊടുത്ത് ശീലിപ്പിച്ചത് കൊണ്ടാണ്. കുട്ടിക്കാലം മുതലേ ആ ചോദിക്കുന്ന സാധനം കൊടുക്കരുത്. അയ്യോ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇത് കറഞ്ഞ് റോഡിലൊക്കെയാണ് വീണ് പെടയുന്നത്, കറയുന്നത് അല്ലേ? അപ്പോൾ പേടിച്ചിട്ട് മറ്റുള്ളവർ എന്ത് പറയും, ഒന്ന് കൊടുത്തൂടെ ഇതിന് എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അതിന് അങ്ങനെ നാണം കൊണ്ടെങ്കിലും ചിലപ്പോൾ കൊടുത്തു, എന്നാൽ പിന്നെ
എന്തെങ്കിലും ഇത് ചെയ്യൂ നീ പറഞ്ഞു. അല്ല, ഈ മൊബൈലൊക്കെ കൊടുക്കാറില്ലേ കുട്ടികൾ, അമ്മമാരൊക്കെ കുട്ടികൾ ഇങ്ങനെ കരയുമ്പോൾ അതാ മൊബൈൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഇത് കേട്ടോണ്ട് ഇങ്ങനെ ഊട്ടും ഓരോ ഉരുളെടുത്ത്. നേരെ മറിച്ച് കൃഷ്ണ നീ ബേഗനെ നേരത്തെ പാട്ട് കേട്ടുവോ? ബാരോ ആടാതെ അസംഗാതെ വാ കണ്ണ ഒന്നാടലിലെ ഈരേഴു ഭുവനമും അസൈന്താടും. ഭഗവാൻ ആടിക്കഴിഞ്ഞാൽ ഇളകിക്കഴിഞ്ഞാൽ എല്ലാ ഈ 10-14 ഇപ്പോൾ 7-14 ഭുവന പറഞ്ഞ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടം ഉള്ളത് ഭഗവാന്റെ ഹൃദയ ജഠരത്തിലല്ലേ. ഭഗവാൻ ആടിക്കഴിഞ്ഞാലോ, കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ തുള്ളി ആടിച്ചാടി വന്നാൽ, ചാഞ്ചാടി അങ്ങനെ വന്നാൽ എന്തുണ്ടാവും? ഇത് മൊത്തം നമ്മളൊക്കെ ഭൂകമ്പം വരില്ലേ? ആ ഭക്തന്മാരുടെ ഒരു ഭാവന അല്ലേ. അപ്പോൾ കുട്ടികളെ എന്താ ഊട്ടുമ്പോൾ ഈ ട്വിങ്കിൾ ട്വിങ്കിളൊക്കെ അല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? പറഞ്ഞ മനസ്സിലായില്ലേ? കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ നാമം. ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും കുട്ടികൾ ഇതൊന്നും പറഞ്ഞാലൊന്നും ഊണ് കഴിക്കില്ല. അപ്പോൾ എന്ത് വേണം? അവസാനത്തെ ഒരു മരുന്നാണ് ദുഃഖൌഷധം തദപി ദുഃഖം. നേരത്തെ പറഞ്ഞില്ലേ, ആ ദുഃഖത്തിന്, ആ കുട്ടിയുടെ ദുഃഖത്തിനൊരു ഔഷധമായിട്ട് മൊബൈൽ കൊടുത്തു. 4-5 വയസ്സാകുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സ്, ബ്രെയിന്, ബുദ്ധിയും കണ്ണും ഒക്കെ പോയി അവസാനം ഒന്നിനും കൊള്ളാത്ത ഒരു പിണ്ടമായിട്ട് മാറും ഈ കുട്ടി. വേണോ? അങ്ങനെയുള്ള കുട്ടികൾ വേണോ? അല്ല, ദേശഭക്തന്മാരായ രാജ്യസ്നേഹികളായ സനാതന ഭക്തന്മാരായ കുട്ടികൾ വേണോ? അല്ല, ഒന്നിനും കൊള്ളാത്ത വിഡ്ഢികളെ ഒരു മാംസത്തിൻ്റെ പിണ്ടം, അത് മാത്രമാണോ വേണ്ടത്? പക്ഷെ പറഞ്ഞാൽ ഇത് ആര് പറഞ്ഞാൽ കേൾക്കും? അമ്മമാർ കേൾക്കണ്ടേ? വന്നിട്ടുണ്ടോ അമ്മമാർ? ഇല്ല. പിന്നെയോ മുത്തശ്ശിമാർ മാത്രമേ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക? അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും വരണം എന്ന്. ശരി, സമയം ആയിക്കൊണ്ടിരിക്കുന്നു. 7:30 വരെ സമയമുണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ല, ശരി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം. പറഞ്ഞു വന്നത്, അതുകൊണ്ട് സമചിത്താഹ പ്രശാന്താഹ, പ്രശാന്ത മനസ്കന്മാർ, എപ്പോഴും ശാന്തതയോട് കൂടിയിരിക്കുന്നവർ, എന്ത് വന്നാലും അങ്ങനെ തളരാത്ത സ്വഭാവം. ആരെന്ത് കുത്തുവാക്കുകളുകൊണ്ട് കുത്തിയാലും നാരായണ നാരായണ നാരായണ. നിങ്ങൾ എങ്ങനെ പറഞ്ഞു നോക്കൂ. നമുക്കൊക്കെ ദേഷ്യം വരുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പേ ദേഷ്യപ്പെടുന്നവരൊക്കെ ഉണ്ടാവും നമ്മുടെ ഇയാളിൽ. അപ്പോൾ എന്താ വേണ്ടത്? ഈ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെന്തെങ്കിലും പറയണമോ? അതെയോ നാരായണ 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 നാരായണ. അപ്പോൾ അവർ വിചാരിക്കും ഇയാൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട്, പിന്നും ചിലപ്പോൾ ദേഷ്യം വന്നാൽ നാരായണ 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 ശിവ 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 ശിവ. അങ്ങനെ 4-5 തവണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അവിടുന്ന് ഓടും. ഇനിയിപ്പോൾ കുറച്ച് നേരം നിന്നാൽ എനിക്കും ഈ വട്ട് പിടിക്കും എന്ന് പറഞ്ഞ് അവർ ഓടും. അതുകൊണ്ട് അത് ചെയ്യാം. വളരെ എളുപ്പമുണ്ട് ഇല്ലേ? പറയാൻ മാത്രമാണോ? പറയാൻ സത്യമല്ല, ഒന്ന് ഇങ്ങനെ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ സമചിത്താഹ പ്രശാന്താഹ വിമന്യവഹ, ദേഷ്യപ്പെടാത്തവർ. നമ്മുടെ ഒരു ആചാര്യനുണ്ട്, നമ്മുടെ അടുത്ത സുഹൃത്താണ്, ഇവിടെ വരും 4-5 ദിവസം കഴിഞ്ഞിട്ട്. എപ്പോഴോ ഏതോ ഒരു ദിവസം, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ പറയുന്നില്ല, അദ്ദേഹത്തിനെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇതുവരെ ദേഷ്യപ്പെട്ടതായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും കണ്ടിട്ടില്ല അത്രേ. ഏകദേശം നമ്മുടെ തന്ന ഏജാ വരും, പേരിപ്പോൾ പറയുന്നില്ല. അദ്ദേഹം ദേഷ്യപ്പെട്ടതായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും കണ്ടിട്ടില്ല. നമ്മളെന്തായാലും കണ്ടിട്ടില്ല. അങ്ങനെ രാജാൻ വരും, ഇവിടെ ഉണ്ട്. അപ്പോൾ വിമന്യവഹ സുഹൃദഹ, എല്ലാവരോടും സുഹൃത് ബന്ധം. സാധവഹ, സാധുക്കളായിരിക്കും. അങ്ങനെയുള്ളവരുടെ സേവ ചെയ്യണം. പിന്നെ പറയാണ്, ഇങ്ങനെ പലതും പറഞ്ഞു. അധ്യാത്മതത്വത്തെ ഗംഭീരമായിട്ട് ഉപദേശിച്ച് പറയാണ്. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീന സഹ സ്യാത് ദൈവം ന തസ്യാന്ന പതിശ്ച സസ്യാത് നമോചയേദ്യ സമുപേത മൃത്യും പിതാ ന സസ്യാത് ജനനീന സഹ സ്യാത് സമുപേത മൃത്യും ന മോചയേത്. ആരാണോ ഈ മൃത്യുകൂപത്തിൽ വീണവനെ, അല്ലെങ്കിൽ മൃത്യുകൂപത്തിൽ വീഴാൻ പോകുന്നവനെ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പുനരപ്പി ജനനം പുനരപ്പി മരണമാകുന്ന ഈ മൃത്യുകൂപത്തിൽ വീഴാൻ പോകുന്നവനെ
അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കാതിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗുരു ഉണ്ടെങ്കിൽ അവൻ ഗുരുവല്ല, ഗുരുർന്ന സസ്യാത്. പിന്നെ അങ്ങനെയുള്ള സ്വജനങ്ങൾ, ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്വജനങ്ങളല്ല. അങ്ങനെയുള്ളൊരു അച്ഛനുണ്ടെങ്കിൽ നിങ്ങളൊക്കെ, നിങ്ങളുടെ കുട്ടികളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്താണെന്നറിയോ, നമ്മളൊക്കെ കുട്ടികൾ നീ എങ്ങനെയെങ്കിലും കുറച്ച് പഠിച്ചിട്ട് പണം സമ്പാദിക്കുക, അതല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ജോലി നേടിയെടുക്കണം, അല്ലേ? ആണോ? ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള അച്ഛനല്ല, കേൾക്കണ്ടോ? അങ്ങനെയുള്ള അമ്മയല്ല. പിതൃന്ന സസ്യാത് ജനനീന സാസ്യാത്. അങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമല്ല. ഈ മൃത്യുകൂപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താത്ത ഒരു ദൈവമുണ്ടെങ്കിൽ, വീണ്ടും വീണ്ടും ഈ കൂപ്പത്തിൽ തന്നെ ഉന്തിയിടുന്ന ആളുണ്ടെങ്കിൽ, നീ പോയി സമ്പാദിക്കുക, പണം സമ്പാദിക്കണം, എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയുള്ളൊരു പത്നി ഉണ്ടെങ്കിൽ, ഭാര്യ ഉണ്ടെങ്കിൽ, അവൾ ഭാര്യയല്ല, പിന്നെയും സമ്പാദിച്ച് കൊണ്ടുവാ എന്ന് പറയുന്നൊരു ഭാര്യ ഉണ്ടെങ്കിൽ പത്നി എന്താ പറഞ്ഞത്? അല്ല. ദൈവന്ന തസ്യാന്ന പതിശ്ച സസ്യാത് നമോചയേദ്യ സമുപേത മൃത്യും. ഇന്നിപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഭാര്യയെ നോക്കിയിട്ട്, ഭർത്താവിനെ നോക്കിയിട്ട്, നിങ്ങൾ എൻ്റെ ഭർത്താവല്ല, നിങ്ങൾ എൻ്റെ ഭാര്യയല്ല, നിങ്ങൾ എൻ്റെ കുട്ടിയല്ല എന്നൊക്കെ പറയാൻ പോകരുത്. അത് പരമാർത്ഥമാണ് അവിടെ പറഞ്ഞത്. ഇവിടെ വ്യാവഹാരിക തലത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ തന്നെയാണ്, ഭർത്താവ് തന്നെയാണ്. സമയമായി എന്നാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? ശരി. അപ്പോൾ നമ്മൾ കേട്ടു. അത് ഇങ്ങനെയൊക്കെ സ്തുതിച്ച്, അല്ല ഇങ്ങനെയൊക്കെ ഉപദേശിച്ച് പറഞ്ഞു, ഹേ കുട്ടികളെ, നിങ്ങളെല്ലാവരും ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായിരിക്കുന്ന ഈ ഭരതനെ അനുസരിക്കുക, ഭരതൻ പറയുന്നത് പോലെ അനുസരിക്കുക എന്ന് പറഞ്ഞ് സ്വതനേ ശതജ്യേഷ്ഠം പരമഭാഗവതം ഭഗവജ്ജനപരായണം ഭരതം ധരണിപാലനായ അഭിഷിച്ച. ധരണിപാലനത്തിനായിട്ട് ഈ ഋഷഭചക്രവർത്തി ഈ ഭരതനെ അഭിഷേകം ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് ശരീരത്തെ മാത്രമാണ് കൊണ്ടുപോയത്, വസ്ത്രം പോലും കൊണ്ടുപോയില്ല. വാതർശനം എന്താണ്? ഇങ്ങനെ ദിഗംബരനായിട്ട് പ്രകീർണകേശ, മുടിയൊക്കെ അഴിച്ചിട്ട്, ആത്മന്യാരോപിത ആഹവനീയാദി അഗ്നികളൊക്കെ തന്നിൽ തന്നെ ലയിപ്പിച്ച് ബ്രഹ്മാവർത്തത്തിൽ നിന്ന് പുറപ്പെട്ടു. ജഡനെപ്പോലെ, അന്ധനെപ്പോലെ, മൂക്കനെപ്പോലെ, ബധിരനെപ്പോലെ, പിശാച ഉന്മാദകവത അവധൂത വേഷത്തൊക്കെ ധരിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ പല ആൾക്കാരും ഇതെന്താ വിഡ്ഢിയാണ്, പറ്റിക്കലാണ്, കപട എന്താണ് സന്യാസിയാണ്, അല്ലെങ്കിൽ കപട അവധൂതനാണ് എന്നൊക്കെ പറഞ്ഞ് ചിലർ തല്ലും, ചിലർ അടിക്കും, ചിലർ കാൽക്കൽ വീഴും. ഇത് മഹാത്മാവാണെന്നൊക്കെ പറഞ്ഞ് അതിനൊന്നും കണ്ടില്ല, ശ്രദ്ധിച്ചേയില്ല. പിന്നെ ഇവരൊക്കെ അടുത്ത് വന്ന് ചിലർ ചോദിക്കുന്നു, ചിലർ വർത്തമാനം പറയുന്നതോ കണ്ടപ്പോൾ തോന്നി ഇനിയിപ്പോൾ ഇതും വേണ്ട എന്ന് പറഞ്ഞ് അജഗര പ്രവൃത്തിയെ സ്വീകരിച്ചു. അജഗരം എന്ന് പറഞ്ഞാലോ പെരുമ്പാമ്പിനെ പോലെ വീണ് കിടക്കും. എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. പെരുമ്പാമ്പ് അങ്ങനെയാണെന്നാണ്. അതുപോലെ ആ സമയത്ത് അവിടെ തന്നെ മലമൂത്രാദി വിസർജനകളൊക്കെ ചെയ്യും. ആ മലമൂത്ര വിസർജനത്തിൽ തന്നെ ഇങ്ങനെ എന്താണ് ഉരുണ്ട് അതിൽ തന്നെ കിടക്കും. ഇതാണ് അവധൂത ധർമ്മം. ഒന്നും ഈ ശരീരത്തോട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ അവസാനം ഈ ഋഷഭചക്രവർത്തി അവിടെ നിന്നും നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ഈ സിദ്ധികളും ഈ ഋഷഭചക്രവർത്തിയെ, ഋഷഭദേവനെ അനുഗമിച്ചു. ഋഷഭദേവൻ പറഞ്ഞേ നിങ്ങളൊക്കെ പോയിക്കോളൂ, നിങ്ങൾക്ക് യാതൊരു ആവശ്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തിരസ്കരിച്ച് പറഞ്ഞയച്ചു. എനിക്ക് യാതൊരു ആവശ്യവുമില്ല എന്ന് അഭ്യനന്ദത്ത്, ഹൃദയം കൊണ്ട് അഭിനന്ദിച്ചില്ല, പറഞ്ഞയച്ചു. അപ്പോൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അങ്ങനെ ഈ ഋഷഭചക്രവർത്തിയെ പോലുള്ളവരും ഈ സിദ്ധി എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, നല്ലൊരു സന്ദേശമാണ്. ഒരിക്കലും നമ്പരുത്. അതെവിടുന്ന് വന്നു ഈ വാക്ക്? ഒരിക്കലും വിശ്വസിക്കരുത്. ആരെ നകുര്യാത് കർഹിചിത് സഖ്യം മനസ്സി അനവസ്ഥിതേ മനസ്സി. ചഞ്ചലമായ മനസ്സിനെ, മറ്റുള്ളവൻ്റെ മനസ്സിനല്ല, ഭാര്യയുടെ മനസ്സിനല്ല, ഭർത്താവിൻ്റെ മനസ്സിനല്ല, അവനവൻ്റെ മനസ്സിനെ ഒരിക്കലും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചു പോയ യോഗികൾ പോലും അവർ നേടിയ ആ തപശക്തിയൊക്കെ ഒരു ക്ഷണം നേരം കൊണ്ടൊക്കെ
നശിപ്പിച്ച് കുളിച്ചു. അതുകൊണ്ട് ഒരിക്കലും ഈ മനസ്സിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു. ആര്? ശുക മഹർഷി പരീക്ഷിത്തിനോട്. അങ്ങനെ മനസ്സിനെ വിശ്വസിച്ച് പോയത് കൊണ്ടാണ് പരീക്ഷിത്ത് ആ മഹർഷിയുടെ ശമീക മഹർഷിയുടെ കഴുത്തിൽ കൊണ്ടുപോയി ചത്തുപോയ പാമ്പിൻ്റെ ജഡശരീരത്തെ കൊണ്ടുപോയിട്ടത്. ഒരിക്കൽ വിശ്വസിച്ച് പെട്ടുപോയി അല്ലേ? ക്രോധോ മൂലമനർത്ഥാനാം. അങ്ങനെ അതുകൊണ്ട് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഋഷഭ ചക്രവർത്തി കറങ്ങി കോങ്ക, വേങ്ക, കുട്ടക്കാന് അങ്ങനെയുള്ള ദേശങ്ങളിലൊക്കെ നടന്നു. ദക്ഷിണ കർണാടകാന്തേശാന്, ഇന്നത്തെ മംഗളൂർ, ഉടുപ്പി, കൊല്ലൂർ, മൂകാംബിക ഒക്കെ ഇല്ലേ, അവിടെയൊക്കെ നടന്നു. കർണാടകാന്തേശാന് യദൃച്ഛയോപഗത. അങ്ങനെ പോയി ഇങ്ങനെയുള്ളവർ തൻ്റെ ദേഹത്തെ, മഹാത്മാക്കൾ, അവധൂതന്മാർ ദേഹത്തെ എങ്ങനെ ത്യജിക്കണം എന്നതിനും ഉപദേശിച്ചു. എങ്ങനെയാ? നേരെ അവിടെ പെട്ടെന്ന് തന്നെ എതിർച്ചയാ കാറ്റുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഈ മുളം തണ്ട് പറഞ്ഞ് കാട്ടുതീ പടർന്ന് പന്തളിച്ച് ആ കാട്ടുതീയിൽ തൻ്റെ ദേഹത്തെ സ്വാഹ. അങ്ങനെ ഇങ്ങനെയുള്ളവർ ഈ തരത്തിൽ വേണം ശരീരത്തെ ഉപേക്ഷിക്കാൻ എന്നതിനെയും പഠിപ്പിച്ച് തൻ്റെ ഋഷഭ ചരിതത്തെ അങ്ങനെ സമർപ്പിച്ചു എന്നാണ്. പിന്നീട് ഒരു കഥയുണ്ട്. ഇപ്പോൾ സമയം വൈകിയതുകൊണ്ട് എന്നാലും പറയാം. ഈ ഋഷഭദേവൻ്റെ ഈ ഒരു അവസാനത്തെ ഒരു അവധൂത ധർമ്മത്തെ മാത്രം കലിയുഗത്തിൽ, ഈ ഋഷഭദേവൻ്റെ കാലഘട്ടം ഇപ്പോൾ ഒന്നുമില്ല, സ്വയംഭൂ മന്വന്തരത്തിലാണ്, ശ്രദ്ധിക്കണം, ഇപ്പോൾ ഒന്നുമില്ല, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. കലിയുഗത്തിൽ അർഹന്ന് എന്ന ഒരു രാജാവ്, ദക്ഷിണ കർണാടകാന്തേശ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു രാജാവ് ഈ ഋഷഭദേവൻ്റെ അവധൂത വേഷത്തെ, ധർമ്മത്തെ താൻ സ്വീകരിച്ച് പ്രജകളിലും അടിച്ചേൽപ്പിച്ചു. വസ്ത്രമൊക്കെ ധരിക്കാതെ, കുളിക്കാതെ, മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് ഇദ്ദേഹം കാണിച്ചത് ആ ഒരു അവസരത്തിൽ, ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ്. ഏത് സന്ദർഭത്തിൽ? നന്നായിട്ട് ഭരിച്ച് പുത്രന്മാർക്കൊക്കെ നൽകേണ്ടതിന് നൽകിയിട്ട്, അല്ലെങ്കിൽ നല്ലവണ്ണം ഉപദേശമൊക്കെ നൽകേണ്ടത് നൽകിയിട്ട്, തൻ്റെ കടമകളെ, കർത്തവ്യങ്ങളെയൊക്കെ മുഴിപ്പിച്ചതിന് ശേഷം പിന്നെയാണ് അവധൂത ധർമ്മത്തെ സ്വീകരിച്ചത് എന്നുണ്ടെങ്കിൽ ഈ രാജാവ് നേരത്തെ തന്നെ സ്വയം സ്വീകരിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് സ്വീകരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പാഖണ്ഡ മതത്തെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. വിഡ്ഢികളാണ് എന്നൊക്കെ ഇവിടെ പറയുന്നു. അങ്ങനെയുള്ള ഈ രാജന്, ഹേ പരീക്ഷിത്തെ, അലം ഭവതാം യദൂനാം ദൈവം പ്രിയ കുലപതി. ഹേ പരീക്ഷിത്തെ, ഈ ഭഗവാനുണ്ടല്ലോ അങ്ങയുടെ തേരോട്ടിയായിട്ട്, അതുപോലെ മിത്രനായിട്ട്, ബന്ധുവായിട്ട്, ദൂതനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ? അതുകൊണ്ട് ഈ ഭഗവാനെ ഭജിക്കുന്നവർക്ക് മുക്തിന്ദദാതി, മുക്തിയെ വാരിക്കോരി മുക്തിയെ കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കുറച്ച് പിശുക്ക് ഉണ്ട്. ആർക്ക്? ഭഗവാന്. ഏത്? ഭക്തിയോഗം. മുക്തിന്ദദാതി, മുക്തി എങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. ശ്രീകൃഷ്ണാവതാരത്തിലൊക്കെ നമുക്ക് കാണാം. അവതരിച്ചെന്ന മുതൽ സ്വധാമഗമനം ചെയ്യുന്നതുവരെ വാരിക്കോരി മുക്തിയെ അനുഗ്രഹിച്ച ഭഗവാൻ പറയാണ്, ഭക്തിയുടെ കാര്യത്തിൽ മാത്രം കുറച്ച് എല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടില്ല. നമുക്കിപ്പോൾ കിട്ടിയോ? എന്തോ കുറച്ച് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെയൊക്കെ വന്നു അല്ലേ? അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഋഷഭായ ആഖ്യാൻ നമോ ഭഗവതേ ഋഷഭായ തസ്മൈ. അങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും, ഗൃഹസ്ഥന്മാർക്ക് ഗൃഹസ്ഥധർമ്മത്തെയും ബ്രഹ്മചാരികൾക്ക് ബ്രഹ്മചാരിധർമ്മത്തെയും, അതുപോലെ തന്നെ രാജാക്കന്മാർക്ക് രാജാക്കന്മാരുടെ ധർമ്മത്തെയും പ്രജകൾക്ക് പ്രജകളുടെ ധർമ്മത്തെയും, അതുപോലെ സന്യാസിമാർക്ക് സന്യാസധർമ്മത്തെയും അവധൂതന്മാർക്ക് അവധൂതധർമ്മത്തെയും ഒക്കെ ഉപദേശിച്ച് ആചരിച്ച് കാണിച്ച് അവസാനം തൻ്റെ ഒരു ശരീരത്തെ, അല്ലെങ്കിൽ സ്വധാമഗമനം ചെയ്തിട്ടുള്ളതായ ആ ഋഷഭ ഭഗവദേവനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശുകമഹർഷി ഇവിടെ സമർപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സത്രവേദിയിൽ, ഭാഗവത സത്രവേദിയിൽ ഈ മള്ളിയൂർ തിരുമേനയുടെ ആ അനുഗ്രഹം, അതുപോലെ തന്നെ പരമേശ്വരേട്ടൻ, ദിവാകരേട്ടൻ, ഇവിടുത്തെ സംഘാടകന്മാരോട്, അതുപോലെ തന്നെ നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും പോരാ, അറിയാം. എന്നാലും ഭഗവാന്റെ അനുഗ്രഹം നമ്മളെല്ലാവരോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് നമുക്കിതിനെ സമർപ്പിക്കാം.
ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വന്നോ യതഃ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തന്നമാമി ഹരിം പരം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഉറക്കെ ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം.